welcome you all. BPAE 141 Right to Information. Okay, ഇന്ന് എടുക്കുന്നത് യൂണിറ്റ് 8 യൂണിറ്റ് 9. ഓക്കെ, BPAE 141 യൂണിറ്റ് 8 ആണ് ആദ്യം എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് 9 ആണ്. ഓക്കെ, നൗ ഇതിനോടൊപ്പം സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വായിച്ചുകൊണ്ട് പോകണം, വായിക്കണം നിങ്ങൾ. അത് റീഡിങ് ഈസ് റിയലി ഇറ്റ് ഈസ് മസ്റ്റ്. അല്ലാണ്ട് എക്സാമിനേഷന് മുമ്പേ മാത്രം 2 ദിവസം മുമ്പ് വായിച്ചാൽ പോരാ, മനസ്സിലാവില്ല. അപ്പൊ ഈ ക്ലാസ് എടുത്ത ഉടനെ നിങ്ങളുടെ കോഴ്സ് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ഷുഡ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ് ഇത്. വളരെ ശ്രദ്ധാപൂർവം ഇത് വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, നൗ യൂണിറ്റ് 8 ദി RTI Act 2005 കൺസ്ട്രെയിൻസ് ഇൻ ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ. അതായത് ഡിസ്ട്രിക്ട് ലെവലില് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതെന്തൊക്കെയാണ്? അതുണ്ടാവില്ല. ഇപ്പൊ എന്ത് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അതായത് ചിലപ്പോൾ ആക്ടുകൾ ഓരോന്ന്, ഇപ്പൊ ഉദാഹരണം ഇന്ന് ഗവൺമെന്റ് നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്തിരുന്നു, രാത്രി പകൽ 12 മണിക്ക് ശേഷം ആരും ജോലി ചെയ്യരുത്, 3 മണി വരെ ആരും ജോലി ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. പക്ഷെ അത് ചിലപ്പോൾ അത് പ്രാക്ടിക്കൽ ആണോ എന്നാണ് വേറൊരു കാര്യം. ഓക്കെ, കാരണം ചില സമയത്തൊക്കെ ജോലി ചെയ്തേ പറ്റൂ കണ്ടിന്യൂസ് ആയിട്ട്, അങ്ങനെ ആൾവേസ് പ്രോബ്ലം വിൽ ബി ദേർ. അപ്പൊ പക്ഷെ ലോ എപ്പോഴും ജനങ്ങളുടെ ഉപകാരണത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന് നമ്മൾ പാലിക്കണം, ഇല്ലെങ്കിൽ ഫൈൻ അവർ ഇമ്പോസ് ചെയ്യും കേട്ടോ. സോ the RTI Act 2005 constrains in its implementation of the district level. District level എന്തെല്ലാം പ്രശ്നമാണ്? അതായത് നേച്ചർ ആൻഡ് അംബീറ്റ്. ഓക്കെ, അതായത് പരിധി ഓഫ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. അറിയാലോ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഹെഡഡ് ബൈ കലക്ടർ. അതായത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ കലക്ടറാണ്, നോർത്ത് ഇന്ത്യയിലെ ഡെപ്യൂട്ടി കമ്മീഷണറാണ്, IAS. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കണേ, ഡെപ്യൂട്ടി കമ്മീഷണറും ഡിസ്ട്രിക്ട് കലക്ടറും ഒന്നാണ് പദവി, IAS. പിന്നെ വേറൊരു കാര്യം, കലക്ടർക്ക് 2 പദവി ഉണ്ട്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് അയാള്. ലോ ആൻഡ് ഓർഡർ, മറ്റേ ടൂട്ടഡ് സൈറ്റ് ഓർഡർ, ആനയെ വെടിവെക്കാൻ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഡിസ്ട്രിക്ട് പവർ അയാൾക്കുള്ളൂ, കലക്ടർക്കാണ്. വേറെ അത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില സർട്ടൻ പവേഴ്സ് ആർ ആക്ച്വലി എംപവേർഡ്, ആക്ച്വലി ഡിസ്ട്രിക്ട് കലക്ടർക്കാണ് ചിലത്. അത് മറ്റുള്ളവരെ അയാളുടെ അഭാവത്തിൽ വേറെ ആൾക്ക് കൊടുക്കുക, അങ്ങനെയൊന്നും പറ്റില്ല. അത് അങ്ങനത്തെ, കാരണം ഷൂട്ടഡ് സൈറ്റ് ഓർഡർ, എവിടെയെങ്കിലും വയലന്റോ അല്ലെങ്കിൽ കടകളെ കത്തിക്കുക, ജനങ്ങളെ കൊല്ലുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഓർഡർ ഇഷ്യൂ ചെയ്യാം. അതാണ് അയാൾക്കല്ലേ അവകാശമുള്ളൂ ഡിസ്ട്രിക്റ്റില്. അയാളാണ് ഭരണാധികാരി. എന്ന് വെച്ചാൽ എല്ലാ മുനിസിപ്പാലിറ്റിയും ഗ്രാമപഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്സും, അതായത് നമ്മുടെ ഗ്രാമസഭ, എന്താ പറയാ, നമ്മുടെ പഞ്ചായത്ത് രാജ്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇതിൻ്റെ എല്ലാം ഹെഡ് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഓക്കെ, സോ ഇവിടെ നേച്ചർ ആൻഡ് ആംബിറ്റ് ഡിസ്ട്രിക്ട് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ RTI regime, ആംബുലൻസ് ഓഫ് ദി എന്താണ് അവ്യക്തത. ചിലപ്പോ RTIയില് ചില അവ്യക്തതയുണ്ട്, ചില, അത് എല്ലാ ആക്ടിലും ഉണ്ട്. ചില കാര്യങ്ങൾ വ്യക്തമായിട്ടല്ല. അതിന് ഉദാഹരണങ്ങൾ പറയാം. ചില ആക്ടുകളിൽ ഇന്റർപ്രിട്ടേഷൻ വരും ചില സമയത്ത്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ ആക്ടും ഇന്ത്യൻ പാർലമെന്റാണ് അപ്രൂവ് ചെയ്യുന്നത്, അല്ലാണ്ട് അസംബ്ലി അല്ല. ഇന്ത്യൻ പാർലമെന്റ്, ബോത്ത് ഹൗസസ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ആണ് എല്ലാ ആക്ടും പാസ്സാവുന്നത്. പക്ഷേ ഈ ഡിസ്ട്രിക്റ്റില്, സ്റ്റേറ്റിൽ ഇത് എന്നിട്ട് അവസാനം സ്റ്റേറ്റിലും ഫോളോ ചെയ്യുന്നു. പക്ഷെ ഇതിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നാൽ സെൻട്രൽ ഗവൺമെന്റ് ഈസ് ദ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ടു മേക്ക് ചേഞ്ചസ് ഇഫ് എനി. പ്രൊസീഡിയറൽ പവർ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലാണ്. എന്തെങ്കിലും ലോയില് ഇന്റർപ്രിട്ടേഷനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു വെച്ചാൽ അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ. ഇതും കൂടി ഓർക്കണം. കാരണം സെൻട്രൽ ഗവൺമെന്റിന് 96 സബ്ജക്റ്റിൽ സെൻട്രൽ ഗവൺമെന്റിനാണ് അധികാരം. ആർമി, നേവി, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, നമ്മുടെ എല്ലാം ഉണ്ടല്ലോ പല കാര്യം, എംബസി, സോ മെനി തിങ്സ്, ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, എക്സൈസ്, സെൻട്രൽ എക്സൈസ്, ഇതൊക്കെ ഉണ്ടല്ലോ, എയർപോർട്ട്, ഇതൊക്കെ റെയിൽവേസ്, ഇതൊക്കെ ഉണ്ടല്ലോ, നാഷണൽ ഹൈവേസ്, ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ലിസ്റ്റിലാണ്. പക്ഷേ 66 ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. 66, 96 പറഞ്ഞില്ലേ സെൻട്രൽ ഗവൺമെന്റിന്റെ. ഞാൻ എല്ലാം പറഞ്ഞില്ല, വേണമെങ്കിൽ അതും പറഞ്ഞുതരാം, അതിന്റെ ആവശ്യമില്ല, സമയം കളയണ്ട. ഇനി 96
66 സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, ഇറിഗേഷൻ സ്റ്റേറ്റിനാണ് അധികാരം, ജയിൽ സ്റ്റേറ്റിനാണ് അധികാരം, ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റിനാണ് അധികാരം, എഡ്യൂക്കേഷൻ സ്റ്റേറ്റിനാണ് അധികാരം. പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന്റെയും പലതുകൊണ്ട് എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് കൂടാതെ തന്നെ പലതും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ പലതും അങ്ങനെ സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്നുണ്ട്. ഫുഡ് സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ റേഷൻ കാർഡ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ വരുന്നത്. ഇനി ഇത് കൂടാതെ ഒന്നുണ്ട്, കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും കൂടി അധികാരപ്പെട്ടവർ, അതായത് സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റിനും കൂടി അധികാരപ്പെട്ടത്. അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഉദാഹരണം, നമ്മുടെ കാവേരി റിവർ കർണാടകയല്ലേ, ഓക്കെ, ഉത്ഭവിക്കുന്ന കർണാടക, പതിക്കുന്ന എവിടെ? അതായത് ആ നദിക്ക് 4 അവകാശികളുണ്ട്. അതായത് കേരള, തമിഴ്നാടു, നമ്മുടെ കാവേരി, കർണാടക എന്നാണ്, പോണ്ടിച്ചേരി, 4 സ്റ്റേറ്റിന് അധികാരപ്പെട്ടതാണ് വെള്ളം നമ്മുടെ ഇതിൽ കാവേരി. അപ്പൊ എന്തുണ്ട്, ഒരാൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിനാണ് ഇതിന് ട്രിബ്യൂണലും മറ്റും ഇതെല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ അത് പ്രകാരമാണ് പിന്നെ ഇത് കൺകറന്റ് ലിസ്റ്റ് പെട്ടൊന്നുണ്ട്. അതിൽ 46. അപ്പൊ സ്റ്റേറ്റില് സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ കൺകറന്റ് ലിസ്റ്റ് വരുന്നതാണ് ഫോറസ്റ്റ്. എന്താ ഈ ഫോറസ്റ്റ്? മൗണ്ടൻ, അതായത് ഒരു പർവ്വതം ഒരു സ്റ്റേറ്റിൽ മാത്രമാണ്, അത് അങ്ങോട്ട് നീണ്ടുപോകല്ലേ, ഹിമാലയം. അപ്പൊ ഒരു പർവ്വത എൻവയറമെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ല. പക്ഷെ അതുവരെയുള്ളത് അവർക്ക് നോക്കാം, പക്ഷെ അത് കൺകറന്റ് ലിസ്റ്റ് ആണ്. പിന്നെ മാരേജ് കൺകറന്റ് ലിസ്റ്റ് ആണ്. അതായത് കേരളത്തിലുള്ള ആൾക്ക് ഉത്തർപ്രദേശിൽ പോയി കല്യാണം കഴിച്ചോട്ടെ, ബീഹാറിലുള്ള ഒരാൾക്ക് ജമ്മു കാശ്മീർ പോയിട്ട് കല്യാണം കഴിച്ചൂടെ, അല്ലെങ്കിൽ പഞ്ചാബിലുള്ള ഒരാൾക്ക് തമിഴ്നാട്ടിൽ കല്യാണം കഴിച്ചൂടെ. അപ്പോ അത് കൺകറന്റ് ലിസ്റ്റ് ആണ്. ഡൈവേഴ്സ് എഗെയിൻ കൺകറന്റ് ലിസ്റ്റ്. ഡൈവേഴ്സ് ഇപ്പൊ ഇവരെന്നെ കാരണം ഓരോ സ്റ്റേറ്റിലത്തെയാണ്. അപ്പൊ അതും അങ്ങനെ പലതും നമ്മുടെ ഈ 46ഓളം സബ്ജക്റ്റ് കൺകറന്റ് ലിസ്റ്റിലുണ്ട്. ഓക്കെ, എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് RTA റിമൂവിങ്, ചില സമയത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അത് പിന്നീട് പറയാം. എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് RTA, റോഡ് അഹെഡ്, ചാലഞ്ചസ്. പിന്നെ ഇൻട്രൊഡക്ഷൻ, ദ റൈറ്റ് ഇൻഫർമേഷൻ ഹാസ് ബീൻ ഐഡന്റിഫൈഡ് ആസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ഇൻക്ലൂസീവ് ഗവൺമെന്റ്. എന്ന് വെച്ചാൽ നല്ല ഭരണം കാഴ്ചവെക്കുക. പാർട്ടിസിപ്പേഷൻ നോക്കൂ, ഇന്നത്തെ കാലത്ത് ഈ ഒരു എന്തുകൊണ്ടാണ് ഇത്രയും ലെസൺ നീണ്ടുപോകണറിയോ? ഇത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു ആക്ട് വേറെ ഇല്ല. അതന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള അവകാശം. ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിക്കൂ. ഇനി പറയണ ഉദാഹരണം, ഇന്ന് ഉദാഹരണം പറയാന് പറയുന്നത് ഇമ്പാർഷ്യൽ ആണ്, നോട്ട് കണക്റ്റഡ് വിത്ത് എനി പൊളിറ്റിക്കൽ പാർട്ടീസ്. പ്ലീസ് റിമെമ്പർ, നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ടാണ് പറയുക എന്താ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന്. കണ്ടോളൂ, ഇന്ന് രാവിലത്തെ പേപ്പർ നോക്കിക്കോളൂ, ഇല്ലെങ്കിൽ പോയി നോക്കിക്കോളൂ വീട്ടിൽ പോയിട്ട്. സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് കൊടുക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യണമെന്ന്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എങ്ങനെ അപ്പോയിന്റ് ചെയ്യണം, ഇലക്ഷൻ കമ്മീഷണർ 2 പേരെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് ഗൈഡ് ലൈൻസ് അവർ കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം പറയണ്ടല്ലോ. തോന്നിയ മാതിരി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്താൽ അവര് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് ഒരു ന്യൂട്രലായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ സുപ്രീം കോടതി വായിക്കൂ, ഇന്നത്തെ പോയിട്ട് വീട്ടിൽ പോയിട്ട് വായിക്കൂ. അവർ പറയേണ്ട കൂടുതൽ ഞാൻ പറയുന്നില്ല, എന്താ കാരണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് in order to ensure the compliance of democratic principles as envisaged in the Indian Constitution, അതായത് നമ്മുടെ ഇൻഡിപെൻഡന്റ് ഫ്രീ ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് വേണം. ഇലക്ഷൻ കുറെ ഇങ്ങനെ കണ്ടക്ട് ചെയ്താൽ പോരാ. അവിടെ പഞ്ചായത്ത് നടത്തി, മറ്റേ നടത്തി, ഇത് നടത്തിയതുകൊണ്ട് അതൊന്നും അല്ല ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ. പ്രോപ്പറായിട്ട് ചെയ്തോ. ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, തിരിച്ചിരിക്കരുത് കേട്ടോ. പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് വെറും ഇലക്ഷൻ മാത്രം നടത്തിയിട്ട് കാര്യമില്ല. അതിൽ കോൺടെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്, കൊലപാതകളാണോ ഉണ്ട്, ഒരുപടി ആള് ക്രിമിനൽസ് ഉണ്ട്, ചില ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ പലരും, കേസ് പെൻഡിങ് ഉണ്ട് പലരുടെയിലും. അപ്പോ അത്തരത്തിലൊക്കെ പാർലമെന്റിലും അസംബ്ലിയിലൊക്കെ ഇരിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അപ്പോ
നമ്മളെ ഇതിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ആ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാൻ ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ കമ്മീഷണറും ചീഫ് ഇലക്ഷൻ കമ്മീഷണറും വേണമെന്നാണ് നമ്മുടെ ഭരണഘടന. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവരെങ്ങനെ സെലക്ട് ചെയ്യണേ എന്ന് എഴുതിയിട്ടില്ല. അതിന് ഭരണഘടനയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ പത്രം വായിക്കൂട്ടോ ദയവ് ചെയ്തിട്ട്, അതിലുണ്ടത് വായിക്കൂ. അപ്പൊ എന്ത് ചെയ്തു? അതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഭരണഘടന പറഞ്ഞത് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റാണത്. അതുകൊണ്ട് പാർലമെന്റ് നിയമം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് എങ്ങനെ സെലക്ട് ചെയ്യണേ എന്നുള്ള കമ്മിറ്റി സെറ്റപ്പ് ചെയ്യണമെന്നാണ്. ഇതുവരെ ഈ 10-75 കൊല്ലമായിട്ടും ഒരു ഗവൺമെന്റും അത് ചെയ്തിട്ടില്ല. With the result of which each government is selecting their own persons depend upon their mood and അവരെ റെക്കമെൻഡ് ചെയ്യുന്നു പ്രസിഡന്റ് അപ്രൂവ് ചെയ്യണം ഫൈനലി കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഒക്കെ. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അവരോട് കൂറ് കാണിക്കുന്ന ആളുകളൊക്കെ അങ്ങോട്ട് നോമിനേറ്റ് ചെയ്തിട്ട് പ്രസിഡന്റിന് കൊടുക്കും, പ്രസിഡന്റ് അപ്രൂവ് ചെയ്യണം, അങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും സ്ഥിതി? അവരൊക്കെ ഇൻഡിപെൻഡന്റ് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമോ? ദേ ടു ഷോ ലോയൽറ്റി ടു ദ സോ ആൻഡ് സോ. ആരായാലും ഇത് പണ്ടും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ പറയുന്നത് 75 കൊല്ലത്തെ കഥ പറയുന്നത്. എന്ത് വന്നു ഈയിടെയായിട്ട് ഒരാള് കോടതിയിൽ പോയി കഴിഞ്ഞ ആഴ്ച. എന്താ കാരണം എന്തെന്ന് വെച്ചാൽ ഇതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ഞാൻ ഉദാഹരണം പറയുന്നത് ബാക്കിയൊക്കെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇത് നിങ്ങൾക്ക് അഡീഷണൽ നോളജ് ആണ് തരുന്നത്. ഇതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാണ് എന്താണ് ജനങ്ങൾക്ക് ഉപകാരം. നീക്കുള്ളൂ ഒരാള് അയാൾ സെക്രട്ടറി ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു, IAS ഫങ്ഷൻ ചെയ്യണു. അയാൾക്ക് ഇനിയുടെ ടൈം. അയാളോട് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നു, നിങ്ങളെ വളണ്ടറി റിട്ടയർമെന്റ് എടുത്തുള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് തരാന്ന്. ഇതാരെയും കുറ്റം പറയല്ല കേട്ടോ. അല്ലെങ്കിൽ പത്രം വായിക്കുന്നത് ആ പത്രത്തിലുണ്ട്, അല്ലാണ്ട് ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അല്ലാണ്ട് ഞാൻ പറയല്ലേ, ഒരിക്കലും ഒരു പാർട്ടിപരമായിട്ടല്ലേ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാ, ഈ ചങ്ങാതി IAS ഓഫീസറെ വളണ്ടറി റിട്ടയർമെന്റ് എടുത്തു വെള്ളിയാഴ്ച. പിന്നെ ശനി ലീവാണ്, ഞായർ ലീവാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം വളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് ആ ഓർഗനൈസേഷൻ, സെൻട്രൽ ഗവൺമെന്റിന്റെ ആ ഓർഗനൈസേഷന് വളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ആൾക്ക് ശനിയാഴ്ച പുതിയ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തു ഇലക്ഷൻ കമ്മീഷണറെ. അയാളുടെ പിറ്റേ ദിവസം ഞായറാഴ്ച തിങ്കളാഴ്ച ഇലക്ഷൻ കമ്മീഷണറായിട്ട് ജോയിൻ ചെയ്തു. ബാക്കി ഞാനൊന്നും പറയുന്നില്ല. നോക്കൂ, വളണ്ടറി റിട്ടയർമെന്റിൽ എല്ലാ ബെനിഫിറ്റും കിട്ടി. എന്താ നിങ്ങൾക്ക് അറിയാമോ വളണ്ടറി റിട്ടയർമെന്റിന്റെ ബെനിഫിറ്റ്? ചിലപ്പോ അയാള് 30 കൊല്ലം അല്ലെങ്കിൽ 35 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എവറി കംപ്ലീറ്റഡ് ഇയറിന് ഓരോരോ കൊല്ലത്തിന്റെ സർവീസിന് ചിലപ്പോ 45 ദിവസത്തെ 60 ദിവസത്തെ ശമ്പളം കൊടുക്കണം, അല്ലെങ്കിൽ 1 മാസത്തെ 2 മാസത്തെ ശമ്പളം എവറി കംപ്ലീറ്റഡ് ഇയർ അറ്റ്ലീസ്റ്റ് 45 ദിവസത്തെങ്കിലും കൊടുക്കണം. അപ്പൊ അത്രയായി. 30 വർഷമാണെന്ന് വെച്ചാൽ 30, അതിന് 15, 45 മാസത്തെ ശമ്പളം അതന്നെ കൊടുക്കണം VRS. അത് കഴിഞ്ഞിട്ട് ഗ്രാറ്റുവിറ്റി 20 ലക്ഷം വരെ അത് കൊടുക്കണം. ക്യാഷ് ലീവ് എൻഗേജ്മെന്റ് കൊടുക്കണം, PF കൊടുക്കണം. അതിന്റെ പുറമെ വേറെ സോയിൻസോ എന്തൊക്കെയാണ് അതിലുള്ള മറ്റുള്ള ബെനിഫിറ്റെല്ലാം കൂടെ അങ്ങനെ കിട്ടി. പിന്നെ അതിനനുസരിച്ച് പെൻഷനും കിട്ടിയവർക്ക്. ഗവൺമെന്റിലെ 30 കൊല്ലം 35 കൊല്ലം ജോലി ചെയ്താലല്ലേ പെൻഷൻ കിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ. അതിന്റെ പുറമെ ഇതും. അപ്പൊ പുറമെ ഇതും എന്ന് വെച്ചാൽ ചിലപ്പോ എന്തെങ്കിലും ആ പെൻഷന്റെ ഇത് കുറച്ച് എന്തെങ്കിലും കമ്മിയാക്കും. പക്ഷെ ഈ ഇതും 2 ലക്ഷോ എന്തോ ശമ്പളം, 2.5 ലക്ഷോ 2 ലക്ഷോ എന്താണ് എനിക്ക് അറിയില്ല, 2 ലക്ഷത്തിൽ മീതെയാണ്. അതിന്റെ പുറമെ കാറ്, വീട്, നാളെ ഒക്കെ എല്ലാം അങ്ങനെ അയാളെ അപ്പോയിന്റ് ചെയ്തു. കേട്ടോളൂ, ഇത് പത്രത്തിലുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഒരു ആളെയും ഞാൻ കുറ്റം പറയല്ല. നടന്ന കാര്യം. അല്ലെങ്കിൽ പത്രം വായിക്കുന്നത്തെ ഏത് പത്രം ഞാൻ വായിച്ചിട്ടേ പറഞ്ഞ, അതുകൊണ്ടാ പറഞ്ഞ 2 പത്രം. നൗ വാട്ട് ഹാപ്പൻ? അയാള് ജോയിൻ ചെയ്തു. ഇതേമാതിരി പല അപ്പോയിന്റ്മെന്റും നടന്നു. അത് ഇപ്പോഴല്ല, പണ്ടുണ്ട് കേട്ടോ, പണ്ടുണ്ട്. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. 75 കൊല്ലത്തിനുള്ളിൽ ഇതൊക്കെ ഉണ്ട്. 75 കൊല്ലം. പക്ഷേ ഇവര് ലോയൽറ്റി ആരെ കാണിക്കുക? ആർക്കാ കാണിക്കുക? അവര് അപ്പോയിന്റ് ചെയ്ത് അവരിലെ കാണിക്കുക.
അപ്പോ ഒരാൾ കംപ്ലൈന്റ് ചെയ്തു, ഇയാൾ എങ്ങനെ VRS എടുത്തിട്ട് പിറ്റേ ദിവസം ഇയാൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തു. എന്താ അറിയോ VRSന്റെ റൂൾ എന്താണെന്നറിയോ? ഇൻ ഓർഡർ ടു reduce the surplus manpower available in an organization, VRS is offered. If a VRS person, if anybody opt for VRS, ആ പോസ്റ്റിൽ വേറെ ആളെ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല as far as possible. മനസ്സിലായോ? ഇതാണ് VRS. അല്ലാണ്ട് എല്ലാവരും അതും പിന്നെ VRS is all are not eligible subject to the approval of the competent authority. അങ്ങനെയാണ് VRS. അല്ലാണ്ട് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് തരണം പറഞ്ഞൊന്നും തരില്ല. അത് അവരുടെ കോമ്പറ്റന്റ് അതോറിറ്റി ആരാണെന്ന് വെച്ചാൽ അവർ അപ്രൂവ് ചെയ്യണം. കാരണം വെച്ചാൽ ചില സമയത്ത് ആ പോസ്റ്റ് ഫില്ല് ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെയൊക്കെയുണ്ട് ചിലത്. ആ സമയത്താണ് ഈ പരിപാടികൾ. അപ്പൊ എന്ത് ചെയ്തു അറിയാം, ഒരാളെ കേസ് കൊടുത്തു ഇന്നലെ സുപ്രീം കോടതിയിൽ വന്നു. ബാക്കി കൂടുതൽ പറയുന്നില്ല, വായിക്കൂ. നല്ല ബ്യൂട്ടിഫുൾ ജഡ്ജ്മെന്റ് കൊടുത്തു. ഇൻ ഫ്യൂച്ചർ ഭരണഘടന പറയുന്നത് പാർലമെന്റ് അപ്രൂവ് ചെയ്ത ഒരു ലെജിസ്ലേഷൻ വേണം, കമ്മിറ്റി രൂപീകരിക്കണം. അതില് നിങ്ങൾ ഒരു ലെജിസ്ലേഷൻ നിയമം കൊണ്ടുവരുന്നത് വരെ താഴെ പറയുന്നതാണ് നിയമം. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യാൻ, പ്രധാനമന്ത്രി നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടി ആരാണ് വെച്ചാൽ അവർക്ക്, സപ്പോസ് അവർക്ക് മെജോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വോട്ട് ഉള്ള മെമ്പേഴ്സ് ഉള്ള പൊളിറ്റിക്കൽ പാർട്ടി. ഇപ്പൊ ഇന്ന് BJP കഴിഞ്ഞ കോൺഗ്രസ് ആണ്. അപ്പോ ആർക്കാണ് ഏറ്റവും കൂടുതൽ മെമ്പർ ഉള്ളത് ഓപ്പോസിഷനില്, അവര് അതിലത്തെ ലീഡർ പ്രധാനമന്ത്രി. അത് കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു ഒരു നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഈ 3 പേരുള്ള കമ്മിറ്റി സ്ക്രൂട്ടനൈസ് ചെയ്യണം. സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് പ്രസിഡന്റിന് കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത ഒരു ലെജിസ്ലേഷൻ പാർലമെന്റ് അപ്രൂവ് ചെയ്യുന്നവരെ ഇതേമാതിരി പറ്റൂ. അതിൽ ക്ലിയർ കട്ട് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് their duty is to protect the democratic tradition of the country, not loyalty towards the whoever the master is. കാരണം നമ്മുടെ ഓരോ ഇലക്ഷനും ഓരോന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് വളരെ അറ്റ്മോസ്റ്റ് കെയർ ഇസ് ടു ബി ടേക്കൺ വൈൽ സെലക്ടിങ് ദ പേഴ്സൺ. നമ്പർ 1. നമ്പർ 2, ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഏത് ആൾക്ക് പോയിട്ട് ചേരാ ഇലക്ഷൻ കമ്മീഷണറാവോ? അതിന് ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തില്ല. അപ്പൊ എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് സുപ്രീം കോടതി. വായിക്കൂ കേട്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ്. ബ്യൂട്ടിഫുൾ ജഡ്ജ്മെന്റ്. ഒരു പോസ്റ്റിന് ഒരു ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെന്നാ ചെയ്യുന്നത്? ഇതുവരെ എന്താ ചെയ്തതെന്നാ ചോദിച്ചത് കംപ്ലീറ്റ്. അപ്പൊ അതുവരെ ഇത് ഇനിയിപ്പോ എന്തായാലും കുറ്റം പറയില്ലോ. ഒന്ന് പ്രധാനമന്ത്രി, ഒന്ന് ഓപ്പോസിഷൻ ലീഡർ, ഒന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഈ 3 പേരുടെ കമ്മിറ്റിയാണ് നമ്മുടെ ആക്ട് വരുന്ന പുതിയ ലെജിസ്ലേഷൻ വരുന്നത്. ഒരാൾക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ചീഫ് ജസ്റ്റിസ് അങ്ങോട്ടും ഇല്ല. ഒന്ന് മണിച്ചാൽ നോക്കിക്കോളൂ ഇന്നത്തെ പേപ്പർ. ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഞാൻ 2 കൊല്ല കാലാവധി ഉണ്ട്. 2 കൊല്ല കാലാവധി വരെ ഞാൻ പറഞ്ഞത് നിയമപ്രകാരം അല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ മാറില്ല. അതാണ് നമ്മുടെ കോടതിയുള്ളത്. അതാണ് നമുക്ക് രക്ഷ നൽകുന്നത്. എന്തുണ്ടെങ്കിലും നമ്മൾ കോടതിയിൽ അപ്രോച്ച് ചെയ്യുന്നു. കാരണം അതെന്ത് എക്സിക്യൂട്ടീവ്സ് പലരും പല സ്ഥലത്തും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഈ കോടതിയിൽ പോകുന്നു. അതുകൊണ്ട് കേസ് ഇങ്ങനെ പൈലപ്പ് ചെയ്യുന്നു. അപ്പൊ അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അങ്ങനെ ഓർഡർ വന്നുകൊണ്ട് they are all happy and everybody is happy. impartial. ഇപ്പൊ എന്താ കാരണം അറിയാം ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നലെ നിങ്ങൾക്ക് അറിയില്ല, കുറെ ഇന്ത്യയിലെ കുറെ ഇലക്ഷൻ നടന്നു, റിസൾട്ട് വന്നു. ഓക്കെ, ശരി, ആരായിക്കോട്ടെ, ആർക്ക് മെജോറിറ്റി കിട്ടും, കുഴപ്പം, വെൽക്കം. പക്ഷേ സന്തോഷം എപ്പോഴുണ്ടാവും അറിയോ? സന്തോഷം എപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ വിചാരിച്ച മാതിരി എല്ലാം ഇപ്പൊ നടന്നിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പ്രോപ്പറേറ്റിനെ നടന്ന ഗവൺമെന്റിനും എല്ലാവർക്കും, സെൻട്രൽ ഗവൺമെന്റ് എല്ലാവർക്കും നമ്മൾ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ അറിയോ?
രണ്ട് സീറ്റുള്ളവരും അവര് ഭരണം പിടിച്ചെടുത്തിട്ടുണ്ട്. 2 സീറ്റുള്ളവർ, വെറും 2 ആള്. അപ്പോ ഇലക്ഷന്റെ എന്താവശ്യം? അപ്പോ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടല്ലേ ചിലപ്പോ. അങ്ങനെ നടന്നിട്ടുണ്ട്. പേര് ഞാൻ പറയാം. വെറും 2 സീറ്റ് കിട്ടിയിട്ടും ഭരണം നടത്തി. അങ്ങനെയുണ്ട് ചിലത്. ചിലയിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാക്കറ്റ് പിടിക്കലും ഓരോ പാർട്ടികളും റിസോർട്ടിൽ കൊണ്ടുപോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ഡെമോക്രസിയുടെ അത് ഓരോരോ നിലവിളക്ക് ഇതാണ് ഡെമോക്രസി. അപ്പൊ അതിന്റെ ആ വാല്യൂ സിസ്റ്റം ഷുഡ് വി ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ്. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ ആരെങ്കിലും വന്ന് ഏതെങ്കിലും ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ, ഈ ബാക്കി ഞാൻ ഒരാളെയും കുറ്റം പറയല്ലേ. എന്താണ് ഡെമോക്രസി എന്ന് നിക്കോളൂ. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തില് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, പണ്ട് കരുണാകരൻ ചീഫ് മിനിസ്റ്റർ ആയിരിക്കണം ഭരിക്കുന്ന സമയത്ത്, ഞാൻ എന്തുകൊണ്ടാണ് റൈറ്റ് ഇൻഫർമേഷൻ പറയുന്നത്, കണ്ടോളൂ എങ്ങനെയാണ് പോക്കത്. അത് ഷുഡ് ലേൺ എ ലെസൺ ഫ്രം കേരള. 140 കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ കേരളത്തില്. 69ഉം 70 ആയിട്ട് ഒരൊറ്റ ഇതില് UDF വന്നു ഒരു പ്രാവശ്യം, കരുണാകരൻ ഒറ്റ സീറ്റ്. അത് അപ്പൊ എന്താണ്, ഒരു ബില്ല് പാസ്സാവണമെന്നുണ്ടെങ്കിൽ സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ട് വേണം. കാരണം ഈക്വൽ ആണ് 69ഉം 69ഉം. അതേമാതിരി അല്ലെങ്കിൽ 71ഉം 69 അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരു സ്പീക്കറുടെ ഒരു കാസ്റ്റിംഗ് വോട്ട് അങ്ങനെയൊക്കെ വരിക. ഒറ്റ വോട്ട്, ഒരാളുടെ ബലത്തിലുള്ള ഒരു മന്ത്രിസഭ. എന്നിട്ട് കാസ്റ്റിംഗ് വോട്ട് സ്പീക്കർ എല്ലാ ബില്ലും അവതരിപ്പിക്കണം. കാസ്റ്റിംഗ് വോട്ട് സ്പീക്കർ എപ്പോഴും റൂളിംഗ് പാർട്ടിക്കാണല്ലോ കാസ്റ്റ് ഇത് ചെയ്യുന്നത്. റൂളിംഗ് പാർട്ടിയല്ലേ സ്പീക്കർ. അങ്ങനെ ഓരോരോ ബില്ല് പാസ്സായി. ഉടനടിയും തോറ്റി. സ്പീക്കറുടെ പേരിൽ നോൺ കോൺഫിഡൻസ് മോഷൻ വന്നു. അപ്പൊ സ്പീക്കർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറില്ല, അതിൽ തോറ്റു, ഭരണം പോയി. മനസ്സിലായ? പക്ഷെ നോക്കിക്കോളൂ, അവിടെ നിൽക്കട്ടെ. ഇനി നോക്കിക്കോളൂ, 69 ഉള്ളൂ വിചാരിക്കുക, അല്ലെങ്കിൽ 69, 70ഉം 70ഉം ഒന്ന് വിചാരിക്കുക, 140. വി ആർ ഹാപ്പി. ഒരാൾ ചോദ്യം ചെയ്യില്ല. ഇലക്ഷനിൽ എണ്ണി 3 പ്രാവശ്യം 10 പ്രാവശ്യം അന്ന് കൈകൊണ്ട് എണ്ണി വന്ന് തരണം. ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ ഒരാൾക്ക് ഒരു പ്രശ്നമില്ല. നെക്സ്റ്റ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഉമ്മൻചാണ്ടി വെറും 2 ആളുടെ മെജോറിറ്റിയിലാണ് 5 കൊല്ലം ഭരിച്ചത്. ഒരാൾ തന്നെ കുറ്റം പറഞ്ഞില്ലല്ലോ ഒരാൾ. പക്ഷേ ചിലപ്പോ ഈ ചിലയിടത്തൊക്കെ നടക്കുന്ന എന്താണ് ഞാൻ ബാക്കി പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് വേണ്ടത്? പക്ഷേ ഇങ്ങനെ ഇതിന് യാതൊരു കുറ്റമില്ല. ഇപ്പൊ 2 ആളേ ഉള്ളൂ. ചില ഒരു പ്രാവശ്യം തമാശക്ക് പറഞ്ഞു, ഏതെങ്കിലും MLA ടോയ്ലറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ മന്ത്രിസഭ പോകുന്നു പറഞ്ഞതാണ് നമ്മുടെ കേരള അസംബ്ലിയിൽ. കാരണം ആരെങ്കിലും ടോയ്ലറ്റിലോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ പോയിട്ടുണ്ടെങ്കിൽ ബില്ല് വന്നിട്ടെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ സമയത്ത് ആ 2 ആളില്ല എന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടി ചെയ്യും, ബില്ല് പാസ്സാക്കാൻ പറ്റില്ല. പക്ഷേ 5 കൊല്ലം ഭരിച്ചു. അപ്പൊ അതിൽ ഒരാൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ ഭരിക്കുന്നുണ്ട്, ഒരാളും പറയുന്നില്ല 5 കൊല്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല പലയിടത്തും നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അറിയാനിടയത് ഇതൊക്കെ ഓരോരോ റൈറ്റ് ഇൻഫർമേഷനിൽ ഓരോരോ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. ഓക്കെ, ദി മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് വേ ടു ഡു ഈസ് ഫ്രീലി ഷെയർ ഓൾ അപ്പൊ എല്ലാ ഇൻഫർമേഷനും ചോദിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് പല ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദിസ് ഷാൽ നോട്ട് ബി ഏബിൾ ടു. അതുകൊണ്ട് എന്തിന്റെ ഒരു അവയർനെസ് വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ തെറ്റുകൾ ചെയ്യാൻ ചിലപ്പോൾ 10 പ്രാവശ്യം ആലോചിക്കും. അതായത് നമ്മൾ ചെയ്ത് എന്തായിരിക്കും സ്ഥിതി ഓൺ വിച്ച് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ നമുക്ക് എന്താണ് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോരോ ഡിസിഷൻ ചെയ്യാം. ഇന്ത്യൻ ഡെമോക്രസി ബൈ പ്രൊവൈഡിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് ആക്സസ് ടു ഇൻഫർമേഷൻ. അപ്പൊ എല്ലാവർക്കും ഇൻഫർമേഷൻ. നോ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലെ കണ്ടിന്യൂ ടു റെസ്പോൺസിബിൾ. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ റവന്യൂ കളക്ഷൻ, പോലീസ്, ജയില്, പബ്ലിക് ഹെൽത്ത്, ഫുഡ് ആൻഡ് സപ്ലൈസ്, സോഷ്യൽ വെൽഫെയർ, കുട്ടികളുടെ ഡെവലപ്മെന്റ്, അർബൻ ലോക്കൽ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, ടൗൺ പ്ലാനിങ്, ഡെവലപ്മെന്റ്, പഞ്ചായത്ത് രാജ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഇന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ഒരു കലക്ടറുടെ കീഴിൽ വരുന്നതാണ് അതൊക്കെ. അതിന്റെ അപ്പൊ ഈ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിലെ സെക്രട്ടേറിയറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ആ സെക്രട്ടേറിയറ്റിൽ അത് അവർ ഓരോരോ ഡയറക്ഷനും ഇതൊക്കെ കൊടുത്ത് നമ്മുടെ ഡിസ്ട്രിക്ട് കലക്ടറോട് ചെയ്യാൻ പറയുന്നു. അതായത് നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിക്കോട്ടെ, ജോയിന്റ് സെക്രട്ടറി ആയിക്കോട്ടെ, ഓരോരോ ഇതിലുള്ള ഓരോ പഞ്ചായത്ത് ഡയറക്ടർ ആയിക്കോട്ടെ, അവരൊക്കെ ഓരോരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് അതോറിറ്റീസും അത് ഫോളോ ചെയ്യും. ഇപ്പൊ നമ്മുടെ ഡിസ്ട്രിക്ട് ഹെൽത്ത് ഓഫീസ് ഇതുണ്ട്, DMO. അപ്പൊ അവിടെയുണ്ട് ഡയറക്ടർ ഹെൽത്ത്. അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, ഇവർ ഓരോരോ ഡിസ്ട്രിക്ട് അത് ഫോളോ ചെയ്യുന്നു. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ RTI regime.
ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഡിസ്ട്രിക്ട്, സബ് ഡിസ്ട്രിക്ട്, അതുപോലെ പഞ്ചായത്ത് രാജ് എല്ലാം പറഞ്ഞ് ഞാൻ പറയുന്നില്ല. അർബൻ പറഞ്ഞാൽ സിറ്റി, ടൗൺ, റൂറൽ, നാഷണൽ ഹെൽത്ത് മിഷൻ, ഇതൊക്കെ ഉണ്ടല്ലോ. ഓരോരോ ഹെൽത്തിൻ്റെ കോപ്പറേറ്റീവ് ബോഡീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അങ്ങനെ അതെല്ലാം പ്രൈവറ്റ്. പിന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ പലതും, ഓരോരോ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. NGOs ഇല്ലേ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. നമ്മുടെ കുടുംബശ്രീക്ക് നോക്കൂ എത്രയാണ് ആള്. അപ്പൊ ഇതൊക്കെ കൺട്രോൾ വേണ്ടേ? അപ്പൊ ആകെ ഫോർ an effective operation of the, it has been made mandatory for all the public authorities to proactively. അപ്പൊ എല്ലാവരും ആരായാലും ഈ ഏജൻസീസ് ഒക്കെ ഇൻഫർമേഷൻ ചോദിച്ചാൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇറ്റ് ഹാസ് ആൾസോ ബീൻ മെയ്ഡ് obligatory for the public authorities at the central, state and sub-state levels to ensure supply of the information by. അപ്പൊ ഓരോരോ ഓഫീസിലും ഓരോരോ പഞ്ചായത്തിൽ പോയാലും ശരി, എവിടെയെങ്കിലും പോയാലും ശരി, ഒക്കെ ഒരു ഓഫീസറെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഇൻഫർമേഷൻ വേണ്ടത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആംബിയലൻസ്, അതായത് അവ്യക്തത ഈ ഇതില് ചില ഫങ്ഷണൽ ഇതില്. അതായത് എന്താ പറ്റുന്ന വെച്ചാൽ 15 കൊല്ലം കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ചില കുറെ ഗ്ലാറിങ് ചില കാര്യങ്ങളൊക്കെ നമുക്ക്, അതായത് വേണ്ട പൈസ ഇവർക്ക് കിട്ടുന്നില്ല, അവർക്ക് ചില ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പൈസ ഉണ്ടില്ല, ബഡ്ജറ്റ് അലോക്കേഷൻ ഇല്ല. പിന്നെ ഇതെല്ലാം ഒരു പ്രോപ്പറായിട്ടുള്ള വേ അല്ല ചിലത് കൊടുക്കുന്നത്. ഇൻഫർമേഷനൊക്കെ പകുതി കൊടുക്കും, പകുതി കൊടുക്കില്ല. കൊടുത്ത പേടി, വല്ല ഞാൻ കുടുങ്ങോ, ഇവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത് എന്ന് ചോദിച്ചാൽ എന്നെ പിടിക്കുവോ എന്നുള്ളത്. മോർ ഇമ്പോർട്ടൻ്റ്ലി, ഈവൻ ദ ടേംസ് ലൈക്ക് ലൈഫ് ആൻഡ് ലിബർട്ടി, വിച്ച് ആർ ദ ബേസിക് റിക്വസിറ്റ് ഓഫ് എ regime committed to the establishment of human rights regime, also remain ambiguous. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ നമ്മളെ ഫസ്റ്റ് അപ്പലേറ്റ് പറഞ്ഞാൽ നമ്മള് ആരൊക്കെയാണ് ആദ്യം കംപ്ലൈന്റ് കൊടുക്കുന്നത് അതാണ്. ബിക്കോസ് ദീസ് ഹാവ് നോട്ട് ബീൻ. അപ്പോ ആർക്കാണ് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് ചിലപ്പോൾ അറിയില്ല. നമ്മള് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് ആർക്കാ കംപ്ലൈന്റ് കൊടുക്കേണ്ടത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല അവിടെ. അപ്പൊ ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ, ഇത് ആർക്കാ നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കുക. ഓക്കെ, ദ കൺഫ്യൂഷൻ ഈസ് ഫർദർ. കണ്ടില്ലേ ചില സമയത്ത് കത്തിരി, വയറ്റിന്റെ ഉള്ളിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കത്തിരി അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇത് ആർക്കാ കേസ് കൊടുക്കുക, ആരുടെ കൊടുക്കുക? മെഡിക്കൽ സൂപ്രണ്ടിന് കൊടുക്കണോ, അവിടുത്തെ വേറെ ആരെങ്കിലും ഡീന് കൊടുക്കണോ, ആർക്കാ കൊടുക്കണ്ടത്? അപ്പൊ അവിടെ ഒന്നും ക്ലാരിറ്റി ഇല്ല, ചിലയിടത്ത് കൺഫ്യൂഷൻ. സോ നോർ ഓവർ ദ കണ്ടംപ്റ്റ് പ്രൊവിഷൻസ്. എന്താ അറിയാ, നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളല്ല അവിടെ പോയി അറിയാം, അവിടെ അങ്ങനെ പറയും. അപ്പൊ ഒരു ക്ലാരിറ്റി ചില സമയത്തില്ല. സോ മോർ ഓവർ ദ കണ്ടംപ്റ്റ് പ്രൊവിഷൻസ് ഓഫ് കോൺഫിഡൻസ് absent remain understood. There is no form. ഒരു കംപ്ലൈന്റ് ചെയ്യാൻ ഫോം ഒന്നുമില്ല. പിന്നെ കംപ്ലീറ്റ് സൈലൻസ്. ചിലപ്പോൾ നമ്മൾ ചോദിച്ച ഒരൊറ്റ അക്ഷരം പറയില്ല, ഒറ്റ അക്ഷരം പറയില്ല. അതായത് കംപ്ലീറ്റ് സൈലൻസ്. അതായത് നമ്മൾ ചോദിച്ചിട്ട് ഉത്തരേ പറയില്ല. നമുക്കറിയാലോ, കണ്ടാൽ മതി, ഒന്ന് അസംബ്ലിയിലത്തെ സെഷൻ ഒന്നാണ് കണ്ടാൽ മതി, പാർലമെന്റ് സെഷൻ കണ്ടാൽ മതിയല്ലോ, വേറെ എന്തിനാ പറയണ്ടത്? കംപ്ലീറ്റ് ചോദിച്ചിട്ട് ഒന്നും ഉത്തരം പറയില്ല, ചോദിക്കാത്തതിന് ഉത്തരം പറയും. അവിടെ പാർലമെന്റിൽ നമ്മുടെ അവിടെ ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ, രാഹുൽ ഗാന്ധി താടി വളർത്തി, അപ്പോ വേറെ ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് ഇയാളെ അതേമാതിരി താരതമ്യം, ഇതൊക്കെയാണ് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ വേറെ എന്തെങ്കിലും ചെയ്തു, ഇതാണ് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യുക. ഓരോരോ മിനിറ്റിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. വേറെ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടു, എന്ത് ആവശ്യത്തിനാണ് ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത്. അതായത് ഒരു കോൺഗ്രസ് സെഷൻ, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നല്ലേ, ഞാൻ കണ്ടത് പത്രം വായിച്ചത് കണ്ട ഒരു കോൺഗ്രസ് സെഷനില് ലാസ്റ്റ് ഇവിടെ ഛത്തീസ്ഗഡില്, everybody, the whole world is knowing Sonia Gandhi is very sick. 2 പ്രാവശ്യം കോവിഡ്, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അസുഖമാണ്, ആരോഗ്യമില്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, വെയിൽ കൊള്ളരുത്, പുറത്തു പോകരുത്, ട്രാവൽ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷാൽ ഗവൺമെന്റ്, ഡൽഹി ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെക്കപ്പ് ഉണ്ട് അവിടെ. അപ്പോ ഈ മീറ്റിങ്ങില് വന്ന സമയത്ത് ചൂട് കൊള്ളാൻ പാടില്ല, സൺസ്ട്രോക്ക് ഉണ്ട് അവിടെ, ഭയങ്കര ചൂട് ഛത്തീസ്ഗഡില്. ഒരാളെ ആ സ്ത്രീക്ക് മാത്രം ഒന്ന് കുടപിടിച്ചു കൊടുത്തു. കാരണം വെയിലാണ്, വെയിൽ കൊള്ളാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഷീസ് ആൾറെഡി സിക്ക്, ചിലപ്പോൾ കൊളാപ്സ് ആവും. കുടപിടിച്ച് നോക്കിയപ്പോ അതാണ് പറയുന്നത്, അതായത് അവർക്ക് കുടപിടിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. ഒരാൾക്ക് കുട പിടിച്ചു കൊടുത്ത് തൊപ്പിയിട്ടോല് വേറെ എന്തെങ്കിലും അത് പോട്ടെ. അപ്പൊ നമ്മൾ എന്താണ് പറയണത് അറിയാം, ഇതൊക്കെ നമ്മളെ ഓരോരോ ഇതല്ലേ
വേണ്ട ചോദ്യങ്ങൾ ചോദ്യം അതിന്റെ ഉത്തരം അവർ പറയില്ല. ഇങ്ങനെ നോക്കി പിടിക്കണം, ഇങ്ങനെ ചോദ്യത്തിന് മാത്രം ഉത്തരം പറയില്ല. എന്തായാലേ അത് പാടില്ല. അപ്പൊ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്, അത് പറയില്ല ചിലർ. അപ്പൊ സിമിലർലി കൺസിഡറബിൾ കൺഫ്യൂഷൻ കണ്ടിന്യൂസ് ടു പെർസ്യൂട്ട് റിഗാർഡിംഗ് ദ ഓണേഴ്സ് റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ. അപ്പൊ അതാണ് ആർക്കാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ RTI ആക്ട് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ മേജർ കൺസ്ട്രെയിൻ ദ ഡിസ്ട്രിക്റ്റിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത കാണണം. നിങ്ങൾ പോയി ചോദിച്ചാലേ ആരോടെങ്കിലും അവരുടെ ബിഹേവിയർ എന്താവട്ടെ, എന്തിനാ പോന്ന്, എന്താ ആവശ്യത്തിനാ, അങ്ങനെയൊക്കെ ചോദിക്കുക. നമ്മളെ കടിക്കാൻ പറ്റുന്ന വരികയാണ്. ഏത് ആദ്യം തന്നെ നമ്മളെ മൈൻഡില്ല, തലതാത്തിരിക്കും. പോരെ ഈ ഇൻഫർമേഷൻ തരുന്ന ആള് എന്താ പറഞ്ഞ, എവിടെ നിന്ന് നിങ്ങള്, എന്താ വേണ്ടേ, അപ്പൊ എങ്ങനെയാണ്, എന്താ ആവശ്യം, 4 ദിവസം കഴിച്ചിട്ട് വരും. അതിന് വേണ്ടിയിട്ടല്ല അയാൾ അപ്പോയിന്റ് ചെയ്തത്. അയാൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, ടാക്സ് പെയർ, നികുതിദായകരുടെ. ബിഹേവിയർ ശരിയുണ്ടേ. അടുത്ത ലെക്കോ കപ്പാസിറ്റി, വേണ്ട സ്റ്റാഫ് ഉണ്ടാവില്ല. ചിലപ്പോഴേ എന്താ പ്രശ്നം എന്നറിയോ, ആരെങ്കിലും പിടിച്ചിട്ട് ആ ടേബിളിൽ ഇരുത്തും, സ്റ്റാഫ് ഉണ്ടാവില്ല അവിടെ. അപ്പൊ അയാൾക്ക് വേറെ ഡ്യൂട്ടി ഉണ്ടാവും ചിലപ്പോഴേ ഈ ഇരിക്കുന്ന ആൾക്ക്. അപ്പൊ അയാളുടെ പകുതി മനസ്സപ്പെടും, പകുതി അവിടെ ഇരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ചിലപ്പോ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ അഡ്മിനിസ്ട്രേഷൻ, ചിലപ്പോ അല്ലെങ്കിൽ ആ പേപ്പർ അവിടെ അവൈലബിൾ ആവില്ല, ചിലപ്പോ ഫയൽ മുക്കിയിട്ടുണ്ടാവും. അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ്, പ്രൊസീജിയർ, പരിപാടി, അതായത് എങ്ങനെ കൊടുക്കണം, രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം, നമ്പർ എടുക്കണം, സീരിയൽ നമ്പർ വേണം, അങ്ങനെ വേണം, ഫോട്ടോസ്റ്റേറ്റ് എടുക്കണം, ഡിജിറ്റൽ ഇതുണ്ട്, വീഡിയോ, മറ്റേ സോ മെനി തിങ്സ് ആർ ദർ. അപ്പൊ അതിന്റെ പ്രൊസീജിയറിന്റെ പ്രശ്നം. സോമോട്ടോ ഇൻഫർമേഷൻ ആസ് ഇറ്റ് ഈസ്, സോമോട്ടോ ആസ് ഇറ്റ് ഈസ് ഇൻഫർമേഷൻ. എന്താണ് റെയിൽവേ കോച്ച് സിൻഡ്രോം സൈക്ക്? എന്താ അറിയോ റെയിൽവേ കോച്ച് സിൻഡ്രോം സൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഒരു തീവണ്ടിയിലെ ഒരു കമ്പാർട്ട്മെന്റില് നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി വിചാരിക്കുക, നമ്മൾ റിസർവേഷൻ ഒന്നും എടുത്തല്ല വിചാരിക്കുക, പാക്ക് നമ്മുടെ റെയിൽവേ ബോഗിൽ നിറഞ്ഞു നിൽക്കാൻ വിചാരിക്കുക, ആളുകളെ കയറ്റുന്നില്ല വിചാരിക്കുക, നിങ്ങളോട്ടോ ആളുകളെ കയറ്റുന്നില്ല എന്ന് വിചാരിക്കുക. കാരണം തിരക്ക് എങ്ങനെ നമ്മുടെ ബോംബെയിലൊക്കെ കാണാം സബർബൻ ട്രെയിനില്. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ കയറി കൂടിയെന്ന് വിചാരിക്കുക, നിങ്ങളും അതിനുശേഷം അതേമാതിരി ചെയ്യും. ഈ മറ്റുള്ളവരെ വരുന്നവരെ അവിടെ കയറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും. അതേ പ്രകാരം റൈറ്റ് ടു ഇൻഫർമേഷൻ നിങ്ങൾ ചോദിച്ചാൽ ചില സമയത്ത് കണ്ടമാന ആളുകൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തുണ്ട്, തിരക്ക് നിറഞ്ഞിട്ടുണ്ടാവും ഓരോരുത്തരുടെ ഇതിന്റെ കംപ്ലൈൻസ്. അതിന്റെ ഇടയിൽ നിങ്ങൾ കൊണ്ടിട്ട് ചോദിക്കുന്നത്. അപ്പൊ ചില സമയത്ത് മറ്റുള്ളവരും നിരുത്സാഹപ്പെടുത്തും. ഇതാണ് റെയിൽവേ കോച്ച് സിൻഡ്രോം. അതായത് ഉള്ളവരെ, അതായത് നിറഞ്ഞു നിൽക്കുന്ന, അതായത് എത്രയോ ഫുള്ളായിട്ടുള്ള ഇത് സമയത്ത് അഡീഷണൽ ആളുകൾ ചോദിക്കുന്ന സമയത്ത് അതിൽ കുത്തി കയറാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടിയിൽ കയറാൻ ശ്രമിക്കുമ്പോ അവർ തള്ളിയിടും കീപ്പെട്ടത്. പക്ഷെ പിന്നെ നിങ്ങൾ പിടിച്ചു കയറിയാൽ നിങ്ങളും അതെ മറ്റുള്ളവരെ തള്ളിയിടും. അതേമാതിരി തന്നെയാണ് ഇതും. ചോദിച്ചാൽ നമ്മൾ ഭയങ്കര ലൈനിലായിരിക്കും, കണ്ടമാന ആളുകളുണ്ടാവും. അപ്പൊ ആ ആളുകളിനെ നിങ്ങളെ ശകാരിക്കും, താൻ നിങ്ങൾ വരും, ഞങ്ങൾ ആദ്യം കൊടുത്തോണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു ഘടകം, ഈ ബെഞ്ചിലിരിക്കുന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം. പക്ഷേ ഈ ട്രെയിനിങ് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. ഈ ട്രെയിൻ ചെയ്ത ആളുകള് ആ ട്രെയിനിങ്ങിന്റെ ഗുണങ്ങളും ഇതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. നോൺ കോപ്പറേറ്റീവ് ആൻഡ് അൺഹെൽപ്പ് മറ്റുള്ളവരെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന കൊളീഗ്സിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. റിക്കാർഡ് ആൻഡ് റിട്രീവ്, പിന്നെ റിക്കാർഡ് മെയിൻറ്റെയിൻ ചെയ്ത പേരെ അത് തിരിച്ച് അവിടെ നിന്ന് എടുക്കാൻ ഇത് എവിടെ വെച്ചിരണേ? ഈ റിക്കാർഡേ ഏതെങ്കിലും നമുക്ക് ലാൻഡ് ഇങ്ങനെയാണ്, അതാണ് രജിസ്ട്രേഷൻ, എന്തെങ്കിലും ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ പോയി ഈ റിക്കാർഡ് എവിടെ ചെയ്ത കൊല്ലത്താണ് ഇത് എവിടെ വെച്ചിരുന്നത്, എവിടെയാണ് കബോർഡ്? ആകെ ചെറിയ റൂമാണായിരിക്കും വില്ലേജ് ഓഫീസ്, ചെറിയ ഇതായിരിക്കും. അവിടെ കൊണ്ടിട്ട് മുഴുവൻ വില്ലേജിന്റെ റെക്കോർഡാണ്. ഇത് എവിടെ കൊണ്ടുപോയി ഒന്നും വെക്കാൻ സ്ഥലമില്ല, മഴ പെയ്തിട്ടുണ്ടാവും, വെള്ളത്തിൽ പോയിട്ടുണ്ടാവും ചിലത്. അപ്പോ റിട്രീവൽ, തിരിച്ചെടുക്കുക. പിന്നെ ഫ്രിവലസ് ഡിമാൻഡ്സ്, ആ ചൈൽഡിഷ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ചിലപ്പോൾ ഓരോരുത്തരുടെ എന്നും ചോദിച്ചുകൊണ്ടിരിക്കും. ഒന്ന് കൊടുത്താൽ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, പിന്നെ കൊടുത്താൽ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ അപ്പാത്തീൻ ഇൻഫർമേഷൻ സീക്ക്, അതായത് ചിലവരുടെ കണ്ടിന്യൂസ് ഉള്ള ഒരു ഹാബിറ്റ് ആണ്. എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ സർട്ടൻ സാമ്പിൾ ആയിട്ട് കൺസൾട്ട് നീഡഡ് വേരിയസ് ലെവൽ, അതിനെ പറ്റിയിട്ടാണ് സോ. ഓക്കെ, നെക്സ്റ്റ് എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് RTI ആക്ട് റോഡ് അഹെഡ് ടു മേക്ക് സൂട്ടബിൾ അമെൻമെന്റ്. RTI ആക്ടിൽ കുറച്ച് അമെൻഡ് ചെയ്യണം, പൈസ ഇതൊക്കെ. റിമൂവിങ് അംബിഗ്വിറ്റീസ്,
ഈ കൺഫ്യൂഷൻ എവിടെയുള്ള വെച്ചാൽ അത് ക്ലാരിറ്റി വേണം. കൺഫ്യൂഷൻ പാടില്ല. കോൺട്രഡിക്ഷൻസ് ഉണ്ട് ചിലയിടത്ത്. പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ചിലയിടത്ത്. ഗസറ്റഡ് റാങ്ക് ഓഫീസറെ കിട്ടുന്നില്ല. ആളുകൾ അവിടെ ഇരിക്കുന്നവർ ട്രെയിൻഡ് അല്ല. മനസ്സിലായോ? ആളുകളില്ല. പിന്നെ കലക്ടർ, ഡെപ്യൂട്ടി കലക്ടർ, കമ്മീഷണർ, ഇവരൊക്കെ കൊല്ലത്തൊരു തവണയെങ്കിലും ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഇതിന്റെ ഒരു റിവ്യൂ ചെയ്യണം. മനസ്സിലായില്ലേ? സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് ഒക്കെ നമ്മള് അതേമാതിരി ഇവരുടെ അതോറിറ്റി ചിലവര് ഇതുണ്ടല്ലോ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ, അവരൊക്കെ കൊല്ലത്തൊരു തവണ മീറ്റിംഗ് നടത്തിയിട്ട് എത്രത്തോളം പെൻഡിങ് ഉണ്ട്, എത്രത്തോളം ഡിസ്പോസ് ചെയ്തു എന്ന് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കണം. ആനുവൽ റിപ്പോർട്ട്. ഓൺലൈൻ പ്രോഗ്രാം വേണം. അതായത് കമ്പ്യൂട്ടറൈസേഷൻ പ്രോത്സാഹിപ്പിക്കണം. RTA ഷുഡ് ബി മെയ്ഡ് എ കമ്പൽസറി കോമ്പോണന്റ്. എല്ലാ സർവീസിന് മുമ്പേ നമ്മൾ ഇതെല്ലാം പഠിക്കണം. കമ്പ്യൂട്ടറൈസേഷൻ ഇതെല്ലാം പഠിക്കണം. ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കണം ഓഫീസേഴ്സിനും എല്ലാവർക്കും. സിവിൽ സൊസൈറ്റി പിന്നെ എല്ലാവർക്കും അവയർനെസ് കൊടുക്കണം. സിവിൽ സൊസൈറ്റിയിലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെ കോൺടാക്ട് ചെയ്യണം, എങ്ങനെ കോൺടാക്ട് ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്സ് ആണ്. RTA മേ ബി മെയ്ഡ് എ കമ്പൽസറി കോമ്പോണന്റ് സിലബി. അതായത് പുസ്തകത്തില് നമ്മുടെ അതല്ലേ നിങ്ങൾക്ക് പറഞ്ഞപ്പോ നിങ്ങളുടെ പുസ്തകത്തിൽ RTA ഉണ്ട്. അപ്പൊ ഇതൊരു കമ്പൽസറി സബ്ജക്റ്റ് ആവണമെന്ന്. എന്നാൽ നിങ്ങളുടെ റൈറ്റ് ആണത്. അപ്പൊ നിങ്ങളുടെ റൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ കമ്പൽസറി ചില അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സോ സം മെക്കാനിസം, പക്ഷെ ചിലയിടത്തില്ല. സം മെക്കാനിസം ആൾസോ നീഡ്സ് ടു ബി പുട്ട് ടു പ്ലേസ് ഇൻ പെനലൈസ്. ആരെങ്കിലും മിസ്യൂസ് ചെയ്യണ, മിസ്യൂസിന് പറയണ എന്താന്ന് കേട്ടോളൂ. താഴത്തെ വേർഡ്. BPL ആൾക്ക് പൈസ കൊടുക്കണ്ട ഇൻഫർമേഷൻ കിട്ടാൻ. ഇപ്പൊ ഡിജിറ്റൽ ആയിക്കോട്ടെ എന്തായാലും ശരി, അവർക്ക് ഒരു പൈസ ഫീസും ഇല്ല. അപ്പൊ എന്തറിയ എന്നെ മാതിരിയുള്ള ആളുകൾ വിട്ട്, എടാ നീ BPL അല്ലേ, നീ എന്റെ ഒരു കംപ്ലൈന്റ് നീ കൊടുക്കുക. അപ്പൊ എനിക്ക് പൈസ കൊടുക്കാണ്ടിരിക്കാൻ എനിക്ക് പൈസ കൊടുക്കണ്ടല്ലോ, നീ കൊടുക്കുക. അതായത് ഞാൻ എന്റെ കംപ്ലൈന്റ് BPL മുഖാന്തരം അവന് കൊടുക്കുക എന്ന് വെച്ചാൽ പൈസ മേടിക്കില്ല, പൈസ മേടിക്കില്ല അവന്റെ BPL. അത് അങ്ങനെ വളരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. BPL ആർക്ക് അത് കൊടുക്കുന്നത് അത് ഗവൺമെന്റിന്റെ ഒരു നയല്ലേ. പക്ഷെ അത് നമ്മളെങ്ങനെ മിസ്യൂസ് ചെയ്യുന്നത്? അവർക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് നമുക്കുള്ള പൈസ നമ്മൾ കൊടുക്കണ്ടേ? വേണ്ടേ? ജെനുവിൻ ഇൻഫർമേഷൻ, ചിലർ ജെനുവിൻ ഇൻഫർമേഷൻ സീക്കേഴ്സ് ആണ്. ചിലർ ബ്ലാക്ക് മെയിൽ ചെയ്യും. ആവശ്യമില്ലാതെ ഇൻഫർമേഷൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ പണി തന്നെയാണ്. ചിലര് രാവിലെ ബാഗം വെച്ചിട്ടാണ് കോടതിയിൽ പോകുന്നില്ലേ അത്. പിന്നെ കൺക്ലൂഷൻ, that may be the representative democracy in is likely to be undermined without the sufficient information. Transparency and right access to information are the two useful instruments that democratic state in the development process which has undoubtedly been strengthened. അപ്പൊ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുക, ആളുകൾക്ക് അവയർനെസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, ഡിജിറ്റലൈസേഷൻ, പ്രോംപ്റ്റ് സപ്ലൈ ഓഫ് ഇൻഫർമേഷൻ, അത് ജനങ്ങളെ സഹായിക്കും. The RTA regime needs to be strengthened for commenting the foundation of Indian democracy. അല്ലേ? അതാണല്ലോ പറഞ്ഞത്. ഇത്രയധികം സൂട്ടബിൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു, എനിക്ക് തോന്നില്ല ഒരു ആക്ട്. ഞാൻ എത്രയോ ആക്ടുകൾ ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. ലേബർ ആക്ടിന് 108 ഒക്കെ നമ്മള് എന്റെ സബ്ജക്റ്റ് ആണ് അതൊക്കെ. പക്ഷെ ഇതിന്റെ ഇത്ര ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വേറൊരു ആക്ട് കാണുന്നില്ല. ഇപ്പൊ ഇൻകം ടാക്സ് പറഞ്ഞാൽ വെറും ഇൻകം ടാക്സിന്റെ ഡിഡക്ഷൻ മാത്രമാണ്. ഇതല്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇത് അഡ്രസ് ചെയ്യുന്നറിയോ? സോ ഇറ്റ് ഈസ് റേദർ എൻകറേജിംഗ് ദി പ്രസന്റ് പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻ സ്ട്രോങ്ലി കമ്മിറ്റഡ് ടു ഇറ്റ്. അതുകൊണ്ട് പൊളിറ്റിക്കൽ അവരൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ഇത് കൈകാര്യം ചെയ്യണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നും കൂടി ഓർക്കുക. പിന്നെ but at the same time there is an urgent need for changing the mindset of the bureaucracy mindset. ചോദിച്ചാൽ കൊടുക്കില്ല, നാളെ വാ, മറ്റന്നാ വാ, അത് മാറണം. ആറ്റിറ്റ്യൂഡ് മാറണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം തന്നെ. അടുത്തത് റോൾ ഓഫ് മീഡിയ. യെസ്, ഇവിടെ മീഡിയ, RTA, ഗുഡ് ഗവേണൻസ്, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ പ്രസ് കൗൺസിൽ, മീഡിയ ആൻഡ് ജുഡീഷ്യറി. മീഡിയ 4ാമത്തെ പില്ലറാണ്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, ദെൻ മീഡിയ 4ാമത്തെ പില്ലറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ. റോൾ ഓഫ് മീഡിയ ഇൻ പ്രോഗ്രാമിംഗ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് RTA ആക്ട് ഫോർ മീഡിയ അപ്രൈസൽ, റിവ്യൂ. ഇൻട്രൊഡക്ഷൻ. RTA Act 2005 which became fully effective from the 12/10/2005 is one of the most noteworthy legislation enacted by the Parliament of India. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെജിസ്ലേഷൻ ആണ് നമ്മുടെ പാർലമെന്റ്. മനസ്സിലായില്ലേ? അപ്പർ ഹൗസ് രാജ്യസഭയാണ്,
ലോവർ ഹൗസ് പാർലമെന്റ്, നമ്മുടെ ലോകസഭയാണ് കേട്ടോ. സോ ദ ആക്ട് enabled the establishment of an unprecedented regime, right to information for the citizens of the country. രാജ്യത്തിന്റെ ജനങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന സമയത്ത് പിന്നെ ബുദ്ധിമുട്ടെന്തെങ്കിലും നേരിടുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ നോട്ട് ചെയ്യാം. കാരണം നിവൃത്തിയില്ല, എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ ഈ 2 ചാപ്റ്റർ കവർ ചെയ്യണം. 8 ക്ലാസ് കൊണ്ടാണ് അത് ബുക്ക് കവർ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വേറൊരു കോഴ്സ് ഉണ്ട് കഴിഞ്ഞിട്ട്, അതായത് BPACയോ BBAയോ 102 30 യൂണിറ്റ് ഉണ്ട്. എങ്ങനെ? അതായത് ഒറ്റ മണിക്കൂർ 1 മണിക്കൂറിൽ 4 യൂണിറ്റ് കവർ ചെയ്യണം. ആലോചിച്ചു. 30 8 എന്നാലും 32, അറ്റ്ലീസ്റ്റ് 3 വേണ്ടേ? എങ്ങനെ 3 യൂണിറ്റ് കവർ ചെയ്യുക? അപ്പൊ നമുക്ക് ടൈം എത്ര ഉണ്ട് അതിൻ്റെ ഉള്ളിൽ മാക്സിമം പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഫോൺ നമ്പർ എടുക്കാം. 9847854853 9847854853 ഉണ്ണികൃഷ്ണൻ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് സ്പെസിഫിക് ആയിട്ട് കാര്യം സമയത്തിനനുസരിച്ചല്ലേ ക്ലാസ് എടുക്കാൻ പറ്റൂ. ഇറ്റ് സ്ട്രൈക്സ് അറ്റ് ദ ഹാർട്ട് ഓഫ് ദ പാരഡിഗം. ഓക്കെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫിഡൻഷ്യാലിറ്റി ഷുഡ് ബി മെയിൻ. ചില ഇൻഫർമേഷൻ നിങ്ങളുടെ ക്യാബിനറ്റ് മീറ്റിംഗിന്റെ നോട്ട് കൊടുക്കാൻ പറ്റില്ല ചോദിച്ചാ. അങ്ങനെ പല പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഡിഫൻസ്, പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ, പല കാര്യങ്ങൾ ചിലതൊന്നും കിട്ടില്ല. പിന്നെ ഇന്റർനാഷണൽ ഇഷ്യൂസ്, അത് നമ്മുടെ എംബസി, അതേമാതിരി മറ്റുള്ള രാജ്യങ്ങളല്ല ട്രീറ്റി, അങ്ങനെയൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളൊന്നും കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഡിഫൻസിന്റെ ട്രാൻസ്പെറൻസി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ. മീഡിയ, പിന്നെ മീഡിയയുടെ കാര്യം ഒന്ന് പറയട്ടെ, സമയമില്ലെങ്കിൽ ഒന്ന് പറയട്ടെ. നമ്മുടെ മീഡിയ എഫക്റ്റീവ്ലി പ്ലേ ചെയ്യുന്നുണ്ടോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. കാരണം ഓരോ മീഡിയയുടെ തലവനും ഓരോരോ പൊളിറ്റിക്കൽ പാർട്ടിയിൽ അഫിലിയേറ്റഡ് ആണ്. അവരോട് കൂറ് കാണിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് അഡ്വർടൈസ്മെന്റ് ആണല്ലോ ഇത് കിട്ടും. ഗവൺമെന്റ് അഡ്വർടൈസ്മെന്റ് ഇല്ലേ, അതിനാണല്ലോ അവരുടെ റവന്യൂ. ഇപ്പത്തെ ന്യൂസ് 30 മീതെ ചാനലുണ്ട് നമ്മുടെ മലയാളത്തില്. അവർക്ക് ഈ ന്യൂസ് ഉണ്ടല്ലോ, ഇപ്പോ ഏഷ്യാനെറ്റ് ന്യൂസ്, മലയാള മനോരമ ന്യൂസ്, അവർക്ക് ആകെയുള്ള വരുമാനം അഡ്വർടൈസ്മെന്റ് ആണല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഗവൺമെന്റ് അഡ്വർടൈസ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കില്ല, അവർ റവന്യൂ ഉണ്ടാവില്ല. പിന്നെ അവരെങ്ങനെ കൂട്ടേണ്ടി വരും. അതേമാതിരി നോർത്ത് ഇന്ത്യയിലും അതേമാതിരി ന്യൂസ് പേപ്പർ ചിലപ്പോൾ പ്രോ ഗവൺമെന്റ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കില്ല, ടെൻഡർ നോട്ടീസ് കൊടുക്കില്ല, വേറൊന്നും കൊടുക്കില്ല. പരീക്ഷ, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ഓരോ യൂണിവേഴ്സിറ്റി മറ്റേതൊക്കെ, അതവിടെ ഒക്കെ വരും. മനസ്സിലായില്ലേ? അപ്പോ പക്ഷേ ഇത് ശരിയാണോ? ആളുകൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, ദുഃഖകരമായി പറയട്ടെ, പിന്നെയും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പിന്നെയും ഭേദമാണ്. ഞാൻ പറയാൻ പാടില്ലത്, കാരണം ഐ ആം എൻ ഇന്ത്യൻ. ചില നമ്മുടെ ചാനൽസും ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ശരിക്ക് ന്യൂട്രൽ അല്ല. ബസ് ബാക്കി നിങ്ങൾ ആലോചിച്ചോളൂ. അപ്പോ ഈ കേൾക്കുന്നത് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് ജീവിച്ചിരിക്കുന്ന ആളെ മരിച്ചു എന്ന് പറഞ്ഞാൽ എത്രയോ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഡയഡ് നോ മോർ, എവിടെ പിറ്റേസ് ആളും ഡയഡ് ടി വിയിൽ വരും, ഞാൻ ചത്തിട്ടില്ലേ, ഞാൻ പലതും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്രയോ ഇൻസിഡന്റ്. മനസ്സിലായില്ലേ? അപ്പൊ എന്തും വരും മെസ്സേജ് തോന്നിയവര് വേറെ സെറ്റ് ബാക്ക് എന്താണെന്ന് അറിയോ? നമുക്ക് ഒരാള് സിനിമ ഉണ്ടാക്കി എടുക്കുക, ഒരു 100 കട്ട്, ഒരു 100 സെൻസറിങ് ഉണ്ടായിരുന്നു. പക്ഷേ TV വരുന്നതിന് ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അതിൽ ഒരു ഇതുമില്ല. എന്ത് വേണമെങ്കിലും വായ തോന്നിയത് എല്ലാം മുഴുവൻ പറയാം, കാണിക്കുകയും ചെയ്യാം. അപ്പോ അതിന് യാതൊരു ഇതുമില്ല. അതുകൊണ്ട് നമുക്കിത് കേൾക്കണോ, വിശ്വസിക്കണോ, ഇത് ആരെ പറ്റിയിട്ടാണ്, എങ്ങനെ ഇത്, അതായത് ഇന്ന് പറഞ്ഞാൽ നാളെ അത് ഡിനേ ചെയ്യും. അപ്പൊ എങ്ങനെ വിശ്വസിക്കുക? ഇങ്ങനെയൊക്കെ ഉണ്ടതില്ല. പക്ഷേ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഒരു കാലത്ത് many years ago, ഹിന്ദു കസ്തൂരി എഡിറ്റർ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്സ്മാൻ കൽക്കട്ട, ടൈംസ് ഓഫ് ഇന്ത്യ ബോംബെ, ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ വാങ്ങിയത്. ടൈംസ് ഓഫ് ഇന്ത്യ 64 പേജ് അന്നുണ്ടായിരുന്നു. ഞാൻ 69 64 പേജ് ബോംബെയിലെ, ബോംബെ എഡിഷൻ. ടൈംസ് ഓഫ് ഇന്ത്യ രാവിലെ വായിക്കാൻ പറ്റില്ല, കാരണം അത്ര പേജുണ്ട്, അത്ര വായിച്ചാൽ മനസ്സിലാവില്ല.
ഓപ്പൺ ഡിക്ഷണറി വേണം. ടഫ് ലാംഗ്വേജ് ആയിരുന്നു. അതേമാതിരി ഹിന്ദു, അതേമാതിരി സ്റ്റേറ്റ്സ്മാൻ. മനസ്സിലായോ? അപ്പൊ ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ നമ്മള് വീട്ടിൽ വന്നിട്ട് അറിയാത്ത വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക. അങ്ങനെയുണ്ട് ആ സ്റ്റാൻഡേർഡ്. ഇന്നോ പൈങ്കിളി കഥ മാതിരി ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെച്ചാലും ഏത് ലാംഗ്വേജും വളരെ വളരെ ചീപ്പായിട്ടുള്ള ആർട്ടിക്കിൾ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയട്ടെ. എത്രയോ വീക്കിലി നമ്മുടെ കേരളത്തില് വരുന്നില്ലേ, മലയാളത്തില്. ഒരു കാലത്ത് മാതൃഭൂമി വീക്കിലി എത്ര പേര് വായിച്ചിട്ടുണ്ടായിരുന്നു? MT വാസുദേവൻ നായർ എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് വിരളം. അതിലത്തെ ആർട്ടിക്കിൾസ് വായിച്ച മനസ്സിലാകില്ല. എത്രയോ റിനൗണ്ട് റൈറ്റേഴ്സ് ആണ് അതിൽ എഴുതുന്നത് ആ സമയത്ത്. ഇന്ന് അതിന്റെ ക്വാളിറ്റി ഇല്ല. എഴുതിയാ പോരാ, അതിന്റെ ക്വാളിറ്റി വേണം. മുറൂബ്, കേശവദേവ്, അതേമാതിരി വൈക്കം മുഹമ്മദ് ബഷീർ, അതേമാതിരി തകഴി, എത്രയോ എമിനൻ ജി ശങ്കരക്കുറുപ്പ്, അതേമാതിരിയുള്ള ഓരോരോ ആളുകള്, കവിതകള്, ഇതൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. വായിക്കാൻ അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല. അതാണ് സ്റ്റാൻഡേർഡ്. പക്ഷെ ഇന്ന് ഒന്ന് നോക്കോ, എല്ലാം പൈങ്കിളി. 1 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് പേപ്പർ വായിച്ചു തരാം, തീർന്നു. മലയാളം മാക്സിമം 10 മിനിറ്റ്സ് ആണ് ഞാൻ എടുക്കാറ്. 10-15 മിനിറ്റിൽ മീതെ എനിക്ക് മലയാളം വായിക്കാം. എന്താ അറിയോ? ഒന്നില് ആദ്യം എന്താ കുറെ ചിത്രത്തില് കുറച്ച് കാണിച്ചിട്ടുണ്ടാവും. പിന്നെ ഇപ്പുറത്ത് ഒന്നുമില്ലെങ്കിൽ പൈപ്പ് പൊട്ടി, അല്ലെങ്കിൽ ആന കയറി, അല്ലെങ്കിൽ പുലി കയറി എന്ന് പറഞ്ഞാൽ അത്. പിന്നെ അപ്പുറത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിരിക്കും. ഒരു വശത്തെ ഒരു പേജ് മുഴുവൻ മരണം, മറ്റേതൊക്കെ ആയിരിക്കും, ഇഞ്ചുറി, ട്രാഫിക് ആക്സിഡന്റ് ആയിരിക്കും. നടുക്കില് മാത്രം കുറച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, അത് വായിക്കാൻ എത്ര സമയം പിടിക്കും? പിന്നെ കുറെ സ്പോർട്സ് ആയിരിക്കും, കുറെ ഷെയർ മാർക്കറ്റ്. നമ്മളിപ്പോ എന്തെങ്കിലും ഷെയർ മാർക്കറ്റിൽ നോക്കേണ്ട ആവശ്യം. പിന്നെ വേൾഡ് ന്യൂസ്, ഒബാമ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റവരങ്ങനെ പറഞ്ഞു, നമ്മളെന്തിനത് കേൾക്കേണ്ട ആവശ്യം? അവിടെ എന്തോ തോന്നിയെന്ന് പറഞ്ഞോട്ടെ. അല്ലെങ്കിൽ പ്രസിഡന്റ് സെലക്ട് ഇന്നാളെ നിൽക്കുന്നുണ്ട്, ആക്കെ പാകിസ്ഥാനില് പട്ടാളത്തിന് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല, ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. വായിക്കാൻ നമുക്ക് മലയാളം വായിക്കണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് 15 മിനിറ്റിൽ മലയാളം ന്യൂസ് പേപ്പർ മുഴുവൻ വായിച്ചിരിക്കും ഞാന്. കാരണം ഞാൻ റെഗുലർ ആയിട്ട് ന്യൂസും എല്ലാം അറിയുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. അതിനെ അറിയാലോ എന്താ എഴുതണമെന്ന്. പക്ഷെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ടൈം എടുക്കും. കാരണം എന്താ വെച്ചാൽ എഡിറ്റോറിയൽ, ഞാൻ പ്രത്യേകിച്ച് എഡിറ്റോറിയൽ പേജ് വായിക്കണം, അല്ലെങ്കിൽ ഗുഡ് ആർട്ടിക്കിൾസ് വായിച്ച് നമുക്ക് നോളജ് വർദ്ധിപ്പിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഗവേണൻസ്. ഞാൻ ഒരിക്കലും ഒരാളെയും മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പേപ്പർ വായിക്കുമ്പോ എഡിറ്റോറിയൽ പേജാണ് വായിക്കേണ്ടത്. നമുക്ക് രാഷ്ട്രീയം വായിച്ച് നമുക്കൊന്നും കിട്ടാനില്ല. സ്പോർട്സ് ഓക്കെ, അവര് എന്താ വായിക്കണമെന്നല്ല പറഞ്ഞു ഓരോരുത്തര്. ഷെയർ വാങ്ങിയിട്ട് നമുക്ക് എന്താ, നമ്മുടെ പൈസ ഇല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ഇടുന്നത് നമ്മളെന്തോ വായിച്ചിട്ട് കാര്യം? ആരോ എന്തോ ആയിക്കോട്ടെ, അഡാണിയൊക്കെ അമ്പാടി എന്തോ ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പോണം? എഡിറ്റോറിയൽ പേജ്, എന്തെങ്കിലും നോളജ് വേണമെങ്കിൽ എഡിറ്റോറിയൽ പേജ് വായിക്കുക. അതിലുള്ള കുറെയെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കും എഡിറ്റോറിയൽ പേജ് ഇംഗ്ലീഷ്. ഓക്കെ, സോ ഗുഡ് ഗവേണൻസ്, പാർട്ടിസിപ്പേഷൻ ഓഫ് റൂൾ ഓഫ് ലോ, ട്രാൻസ്പെറൻസി, റെസ്പോൺസിവ്നെസ്, അങ്ങനെ പോകുന്നു കേട്ടോ. സോ ഇനി ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ് ഗൈഡ് ഒന്നുമില്ല, ഇത് പറ തന്നെയാണ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇത്തരത്തിലൊരു ആക്ട് വരുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം. കേരളത്തിൽ നോക്കിയാൽ മതി നമ്മുടെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ കാര്യം, വേറെ എന്തിനാണ് ഞാൻ പറയുന്നത്? നോക്കൂ എങ്ങനെയാണ് അപ്പോയിന്റ്. ഇപ്പൊ എന്താ കടന്ന് തരികട, ശ്വാസം മുട്ടുന്നില്ലേ? എങ്ങനെയത്? റൈറ്റ് ഇൻഫർമേഷൻ എല്ലാ ഡീറ്റെയിലും കിട്ടി, എങ്ങനെ അപ്പോയിന്റ് ചെയ്തു? UGCയുടെ നോംസ് എങ്ങനെ വയലേറ്റ് ചെയ്തു? എങ്ങനെ നിങ്ങൾ ഡിഗ്രി ഇല്ലാത്തവരെ ചെയ്തു? ക്വാളിഫൈഡ് അല്ലാത്ത ചെയ്തു? ഒക്കെ കറ ചടപടാന്നല്ലേ വരുന്നത്. റൈറ്റ് ഇൻഫർമേഷനാണത്. ഇപ്പൊ ഗോവിന്ദ മലയാളം യൂണിവേഴ്സിറ്റിയിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല, കലാമണ്ഡലത്തില് മല്ലിക സാറാഭായി അപ്പോയിന്റ് ചെയ്തു, അങ്ങനെ കേരള യൂണിവേഴ്സിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഒക്കെ സ്റ്റെപ്പറി ആയിട്ട് നമ്മൾ ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം UGC നോം ഫോളോ ചെയ്യണം, മനസ്സിലായോ? അപ്പൊ അത് റൈറ്റ്. കാരണം എന്താ പറയുക, അങ്ങനെ ഉണ്ടായിരുന്നില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ആരെങ്കിലും വഴി കൂടെ പോകണമെന്ന് പിടിച്ചിട്ട് അവിടെ കൊണ്ടിരുത്തും, മനസ്സിലായില്ലേ? അപ്പോ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൾസോ വെൽക്കം ഡൗൺ. ആരാണ് മുകളിൽ ഇരിക്കണ സീറ്റിൽ ഇരിക്കണ വെച്ചാൽ അതിന്റെ യോഗ്യത താഴെ കാണും. ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത ആളെ കൊണ്ടുപോയിട്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ കലാമണ്ഡലം? വള്ളത്തോൾ നാരായണ മേനോൻ എന്തിനാ കലാമണ്ഡലം സ്ഥാപിച്ച്? അതായത് കലകള്, ഇപ്പൊ ഭരതനാട്യം ആയിക്കോട്ടെ, കുച്ചിപ്പുടി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ചണ്ട മദ്ദളം, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലേ? എല്ലാ കഥകളി, ഇതൊക്കെ അല്ലേ പഠിപ്പിക്കുന്നേ?
അവിടെ ഒരു ചുക്കും അറിയാത്ത ഒരാൾ കലയെ പറ്റി ഒന്നും അറിയാത്ത ആളാണ് അവിടെ കയറിയിരിക്കുന്നത്. ഇപ്പോഴത്തെ പറഞ്ഞ മല്ലിക സാരാഭായി ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സൺ. കാരണം മൃണാളി സാരാഭായി അവരുടെ അമ്മ ആണ് ആദ്യം കഥകളി പഠിച്ച കലാമണ്ഡലത്തിലെ ആദ്യത്തെ സ്ത്രീ. മാത്രമല്ല അവരുടെ അച്ഛൻ വിക്രം സാരാഭായ്, ഫാദർ ഓഫ് സയൻസ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. അതിൽ യാതൊരു ഇതില്ല. പക്ഷെ അതിനു മുമ്പേ ഇരുന്ന ആളുകളോ കലയെ പറ്റി അറിയ പോലും ഇല്ല. എന്താ പ്രയോജനം അവരെ കൊണ്ട് പിടിച്ചിരുത്തിയിട്ട്? അപ്പൊ നമ്മൾ എന്താ പറയണ്ട അറിയോ? ക്വാളിഫൈഡ് ആളുകളായിരിക്കണം അതാത് സ്ഥാനത്തിരിക്കുന്ന. അപ്പൊ അതിന്റെ യോഗ്യത ഉണ്ടാകും. അത്രേ പറയുന്നു. ആരായിക്കോട്ടെ, നമ്മുടെ ഇറസ്പെക്റ്റീവ് ഓഫ് എനി പൊളിറ്റിക്കൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഉള്ള ഞാൻ ഒറ്റ കാര്യമാണ് ചോദിച്ചോട്ടെ. IIT എത്രയുണ്ട്? 20-22. ആരെങ്കിലും ഒരു കുറ്റം പറയുന്നുണ്ടോ? IIM ആരെങ്കിലും ഒരു കുറ്റം പറയുന്നുണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ പത്രത്തിൽ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ന്യൂസിൽ കേട്ടിട്ടുണ്ടോ? IIT IIM കേട്ടിട്ടുണ്ടോ? എന്താ മറ്റുള്ളവർക്ക് മാത്രം കേൾക്കുന്നത്? അതെന്താ അങ്ങനെ? റിക്രൂട്ട്മെന്റ് ഷുഡ് ബി ട്രാൻസ്പെറന്റ്. ഞാൻ കണ്ടു ഒരു പ്രാവശ്യം നമ്മുടെ IIT IIM അപ്പോയിന്റ് ചെയ്തത് സെൻട്രൽ ഗവൺമെന്റ്. എന്താ അവരുടെ ബാക്ക്ഗ്രൗണ്ട്? സെൻട്രൽ ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് ഹാസ് അപ്പോയിന്റഡ് directors of this institution, world renowned institution, the outstanding directors. ആരെ ചോദിക്കതിന് ഇവരുടെ ക്വസ്റ്റ്യൻ ചെയ്യുക? അങ്ങനെ ആയിരിക്കണം, എന്നാലാണ് സ്ഥാപനം വികസിക്കുക. എന്നെ പിന്നെ റോൾ ഓഫ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ മീഡിയ, ഞാൻ പറഞ്ഞല്ലോ അവര് അതിന്റെ അവരുടെ റോള് അവർ പ്ലേ ചെയ്യുന്നില്ല ശരിക്കും. പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ കഥ എന്താണ്. കഥ ഞാൻ പറഞ്ഞത് എന്താന്ന്? അവർക്ക് സർവൈവ് ചെയ്യണ്ടേ? സർവൈവ് ചെയ്യാൻ ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട് വേണ്ടേ? അപ്പോ പക്ഷെ അവര് നിഷ്പക്ഷമായി അവര് നിന്നിട്ടുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ പക്ഷെ സത്യസന്ധതയോടുകൂടി റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആരെങ്കിലും കൊണ്ടുപെടുത്താൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യരുത്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഈസ് മിസ്സിങ്. ഇൻവെസ്റ്റിഗേറ്റീവ് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ പോയി അഡാണ്ട് നോക്കിക്കോളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എത്ര കൊല്ലത്തെ പരിശ്രമമാണ് അറിയാം കണ്ടുപിടിച്ചത്? അത് നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്തെങ്കിലും ആളുടെ പേരിൽ ഒരു കേസ് കൊടുക്കാത്ത ഇതുവരെ? അവര് പബ്ലിഷ് ചെയ്തത് BBC-യിലായിക്കോട്ടെ വേറെ എത്രയോ റിസർച്ച് ചെയ്തിട്ടാണ്. അവർക്ക് അറിയാം കോൺസിക്വൻസ് എന്താണെന്ന്. മനസ്സിലായോ? ഇതാണ് ചില സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമ്മളെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഈസ് നൗഡേയ്സ് ഇറ്റ് ഈസ് മിസ്സിങ്. തോന്നിയത് വന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നൽകിയ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ചാനലിൽ അത് വിളിച്ചു പറയുന്നു. അതല്ല, അത് മീഡിയ ധർമ്മല്ല. യഥാർത്ഥ കാര്യങ്ങള് ജനങ്ങളെ വിഷമിക്കുന്ന ചില കാര്യങ്ങൾ പോയിന്റ് ഔട്ട്, അല്ലാണ്ട് കുതിര ഇറങ്ങി, നായ ഇറങ്ങി, പട്ടി കടിച്ചു, അത് മാത്രമാണ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. പട്ടി ആ മുറി അതേമാതിരി എന്താ കെട്ടിയത്, ചിലപ്പോ കത്തിരി പോയി, വേറെ എന്തെങ്കിലും ഇതൊക്കെയാണ് ശരി. ഓക്കെ, അതൊക്കെ ജനങ്ങളുടെയാണ്, എല്ലാവരെയും വേണം. പക്ഷേ നമ്മുടെ ഈ എത്രയോ പ്രശ്നങ്ങള്, ഇപ്പൊ ഗ്യാസിന്റെ വില കൂടി, കടകളെല്ലാം അടയ്ക്കാണ്. അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതായത് 2150 ഉറുപ്പ്യ കൊടുത്ത് ഒരു സിലിണ്ടർ വാങ്ങിയ എത്ര ചായയും ദോശയും മസാല ദോശയും ഉണ്ടാക്കും? ശമ്പളം കൊടുക്കണ്ടേ, വാടക കൊടുക്കണ്ടേ, ഇലക്ട്രിസിറ്റി കൊടുക്കണ്ടേ, ഇതൊക്കെ. അപ്പൊ റിയൽ ജനങ്ങളുടെ ഇത് പറഞ്ഞു കൊടുക്കണം. സോ അങ്ങനെ ഇപ്പോ എന്താ പറയേണ്ടത് വെച്ചാൽ മീഡിയ ഹാസ് ടു പ്ലേ an effective role irrespective of any party and ഒരു ഏത് പാർട്ടി ആയിക്കോട്ടെ അവരുടെ റോൾ പ്ലേ ചെയ്യണം. അപ്പൊ എന്നും നിലനിൽക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, ഹിന്ദു ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, അവര് അധികം ഡിലേ ചെയ്യില്ല ന്യൂസ്, എല്ലാം സർവേ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യൊരു തെറ്റ്. ഞാൻ എന്ന് വെച്ചാൽ എല്ലാം ശരി എന്നല്ല പറയുന്നത് അതിന്റെ അർത്ഥം. നേരെ മറിച്ച് ചില പേപ്പറുണ്ട് എല്ലാം ഡിലേ ചെയ്യുന്നു പറഞ്ഞ നാളെ വേറൊന്ന് അല്ലേ? ഓക്കെ, അടുത്ത് മീഡിയ ഈസ് ഡിഫൈൻഡ് ആസ് എ ഫോർത്ത് എസ്റ്റേറ്റ്. അങ്ങനെ ഇവൻ ഇൻഡിവിജ്വൽ NGO സീക്സ് ഇൻഫർമേഷൻ. ചിലവരെ ഇൻഫർമേഷൻ ചോദിച്ചാൽ ചിലവരെ കിട്ടും, കിട്ടില്ല. makes any disclosure, it plays a vital role by spreading awareness about the information or even it is the media which popularize tell us about. അതെ, തീർച്ചയായിട്ടും മീഡിയ ആണല്ലോ എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ്റെ ആയിക്കോട്ടെ വേറെ. അപ്പൊ ഇലക്ഷന്റെ പല കാര്യം ടെലികാസ്റ്റ് ഒക്കെ ചില സമയത്ത് അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. പക്ഷെ പല ഇൻഫർമേഷൻ പല സ്ഥലത്ത് നടക്കുന്നു. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുക, അതേമാതിരിയുള്ള പല കൊച്ചുകുട്ടികളുടെ ഓരോരോ ഇങ്ങനെ പല ഇത് പോലീസ് പിടിക്കുന്നത്, രാത്രി സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, നിയമമില്ലാണ്ട് പോലീസിലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല ചില കാര്യങ്ങളൊക്കെ വളരെ നല്ല. നമ്മുടെ ജയിലിലുള്ള പ്രശ്നങ്ങൾ, കൺജസ്റ്റഡ് ജയിൽസ്, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി അവർ ഇന്റലിജന്റ് ആവണം. കാരണം എന്താ, ജനങ്ങളുടെ ഇതാണല്ലേ.
അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യലും നമ്മുടെ ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യും. കുറ്റങ്ങള് അതെന്ന് വെച്ചാൽ നമ്മൾ ആരെ കുറ്റം പറയല്ല, ഹൈലൈറ്റ് ചെയ്യാണ്. ഒരു പാലം പണിതിട്ട് പിറ്റേ ദിവസം പണിതിട്ട് ഇനാഗ്രേഷൻ മുമ്പേ പൊളിക്കാലോ? അത് കാണിച്ചു കൊടുക്കേണ്ടത്. ഈ കുതിര, തൃശ്ശൂരിന്റെ കുതിര എത്ര പ്രാവശ്യം പണിതു, എത്ര പ്രാവശ്യം ഒലിച്ചു, അത് കീപ്പെട്ട് കൂടും. അതായത് ഇത് കുറെ കഴിഞ്ഞ് ഇതപ്പൊ ശരിയായിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അത് കാണിച്ചു കൊടുക്കണ്ടേ കംപ്ലീറ്റ്? അതാണ് കാരണം. അതേമാതിരി നമുക്ക് ഒരു ടോൾ എത്ര കൊല്ലം പിരിച്ചാലും മതി, എത്ര പൈസ പിരിച്ചാലും മതി, ആ ടോളിന്റെ എത്രയോ 10 ഇരട്ടി അവർക്ക് കിട്ടിക്കഴിഞ്ഞു, പിന്നെയും പിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്തു, പിന്നെ നിർത്തി. കണ്ട? അപ്പൊ ഇവരുടെ റോള് ചിലർക്ക് റേഷൻ കാർഡില് ഇത് കിട്ടുന്നില്ല, അത് ഹൈലൈറ്റ് ചെയ്യും. റേഷൻ കടയിൽ പോയി റേഷൻ കിട്ടുന്നില്ല, അപ്പൊ ആക്ഷൻ എടുക്കുന്നു. ചില സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് മിഷിൽ പ്രസ് ചെയ്ത അത് വരുന്നില്ല, അപ്പൊ റേഷൻ കിട്ടുന്നില്ല. എങ്ങനെയാണല്ലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങള്? കമ്പ്യൂട്ടർ കുറെ വാങ്ങും, അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ ജനോറം മറ്റേ ബസ്സുകള് മുഴുവൻ വർക്ക്ഷോപ്പിൽ കട്ടപ്പുറത്താണ്. ഇതാരാ ഹൈലൈറ്റ് ചെയ്യുന്നത്? അതേമാതിരി നമ്മുടെ കൊച്ചിയിലെ KSRTC ബസ് സ്റ്റാൻഡ് എന്നും വെള്ളത്തിലാണ്. മഴ പെയ്ത ഏറ്റവും കൂടുതൽ വെള്ളം KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഒരു മനുഷ്യനെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പത്രങ്ങളാണ് കേട്ടോ. ഓരോരോ ബുദ്ധിമുട്ടുകൾ അതൊക്കെ. അപ്പൊ പത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവര് പിന്നെ മാത്രമല്ല, അവരുടെ ജീവിതം റിസ്ക് ആണേ. അവര് റിപ്പോർട്ട് ചെയ്താലും കറക്റ്റ് ആരെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലും ശരിയായിട്ടുള്ള റിപ്പോർട്ട് ചെയ്താലും അവരുടെ ജീവിതവും റിസ്ക് ആണ്. അവരെയും പ്രൊട്ടക്ട് ചെയ്യണം. കാരണം എന്താ പറയുക, ചിലപ്പോ മറ്റുള്ളവരുടെ പല ഗുണ്ടാ കേസ് ഇതൊക്കെ ഇവർ ഹൈലൈറ്റ് ചെയ്യും. അപ്പൊ ഗുണ്ടകൾ വരെ വിടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ റിസ്ക്കും വളരെയധികം. അവർക്കും സെക്യൂരിറ്റി ജോബ് വേണം, സെക്യൂരിറ്റി വേണം, എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ഡിപ്പെൻഡൻസ് ഇത് വേണം. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ മീഡിയ ഈസ് എ പവർഫുൾ ആൻഡ് എസെൻഷ്യൽ ടൂൾ ഓഫ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ റിയലൈസിംഗ് ഒബ്ജക്റ്റീവ്. ഓക്കെ, അതും പറഞ്ഞു കഴിഞ്ഞു. ജനറേറ്റിംഗ് അവയർനെസ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ത്രൂ റൈറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, ഇൻ ഇന്ത്യ പ്രൊസസ് നോട്ട് ഞാൻ പറഞ്ഞല്ലേ absolutely free since they have some reasonable restrictions under Article 92 of the Indian Constitution. ചിലതൊക്കെ അവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്, ചിലതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം രാജ്യത്തിന്റെ സെക്യൂരിറ്റിയെ എന്തെങ്കിലും ബാധിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഗവൺമെന്റ് ഇൻഫർമേഷൻ പെർട്ടൈനിങ് ടു എനി ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, ഫോട്ടോകോപ്പീസ് ഓഫ് ദ ഗവൺമെന്റ് കോൺട്രാക്ട്, പേയ്മെന്റ് എസ്റ്റിമേറ്റ്, അതൊക്കെ ഓരോന്ന് എഴുതി അതൊക്കെ ജസ്റ്റ് വായിക്കുക. രജിസ്റ്റർ, സ്റ്റാറ്റസ് ക്യൂ, അങ്ങനെയൊക്കെ. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻസ് RT ആക്ട് ഇമ്പോർട്ടൻ്റ് വളരെ പറഞ്ഞു കഴിഞ്ഞു. ഷുവർലി ഇത് നമ്മൾ വളരെ എൻകറേജ് ചെയ്യണം. ജേർണലിസ്റ്റിന്റെ ജോബ് കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. അപ്പൊ അവരെ എൻകറേജ് ചെയ്യണം. വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് അവര് ഓരോരോ ഇന്റർവ്യൂ എടുക്കുന്നതും വളരെ ടഫായിട്ട്. ചിലത് ഞാൻ കണ്ടു, ഇസ്രായേലിലെ യുദ്ധം നടക്കും, മരത്തിന്റെ മുകളിൽ നമ്മുടെ ഒരു സ്ത്രീ നമ്മുടെ ഇവിടുത്തെ ആജിത്തക്കല് കണ്ടിട്ട് മരത്തിന്റെ മുകളിൽ കയറി. കാരണം അപ്പുറത്തപ്പുറത്ത് വാർ നടക്കുകയാണ്, അതിനിടയിൽ റിപ്പോർട്ട് ചെയ്യണം. ഭൂമി കുലുക്കം, വളരെ ഡേഞ്ചറസ് പ്രൊഫഷനാണ് അത്. പക്ഷെ അവരുടെ ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ആക്ച്വൽ ഫാക്ട് അറിയൂ. അങ്ങനെ സോ അക്കൗണ്ടബിലിറ്റി ടു ജേർണലിസ്റ്റ്, അതിനെ പറ്റിയിട്ട് ത്രൂ ആയിട്ട് സോ ഇൻഫോംഡ് റൈറ്റ് ഇൻഫർമേഷൻ ഗിവ് സിറ്റിസൺ, അതൊക്കെ അത് പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമ്മുടെ ഭരണഘടനയിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റൈറ്റ് ടു ആക്സസ് ഓഫ് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ആയിരിക്കണം പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ മനുഷ്യൻ, അതായത് നമ്മുടെ ആളുകൾ എല്ലാവരും കുറച്ച് വിദ്യാഭ്യാസം എല്ലായിടത്തും എത്തിയിട്ടില്ല. അപ്പൊ അവർക്ക് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം, അവയർനെസ് കൊടുക്കണം. അങ്ങനെ ചിലതുണ്ട്. ആക്സസ് ടു ഇൻഫർമേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ ഗുഡ് ഗവേണൻസ് ആൻഡ് ഫോർ ദ വെൽ ബീ. അപ്പോ എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നത് വളരെ നല്ലതാണ്, അത് പ്രയോജനമാണ്. ദെൻ കൺക്ലൂഷൻ. ഓക്കെ, the above discussion on the role of media both in the accessing information and helping in the delivery of information for fulfilling the social needs reiterate the fact that the media, whether അതായത് നമ്മുടെ പ്രിന്റ് പേപ്പർ ആയിക്കോട്ടെ, ഇലക്ട്രോണിക് മീഡിയ ആയിക്കോട്ടെ, മാസ് മീഡിയ ആയിക്കോട്ടെ, എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഗവൺമെന്റ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പോളിസി, അതായത് എക്സാമിനേഷൻ എപ്പോഴാണ് കണ്ടക്ട് ചെയ്യണത്, റേഷൻ കാർഡിന് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്, ഇതൊക്കെ നല്ല 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 പേപ്പറിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് സോ വേറൊന്ന്, ദ മീഡിയ യൂണിവേഴ്സൽ അപ്രോച്ച് പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി വേണം. സിൻസിയർ എക്സിക്യൂഷൻ ഓഫ് ഡെവലപ്മെന്റ് പ്രൊജക്ട്. പല പ്രൊജക്റ്റും നമ്മൾ ഇതുണ്ട്, ഏത് സ്റ്റേജായി, എവിടെ എത്തി. ഇപ്പൊ നമ്മുടെ ചന്ദ്രായനിൽ പോകുന്നുണ്ട്, അത് എവിടെ എന്താ സ്ഥിതി എന്നൊക്കെ അറിയിക്കുന്നില്ലേ. സോ ഇൻട്രസ്റ്റ് ഓഫ് ഡിപ്രൈവ്ഡ് റിയാക്ഷൻ, ഓരോരുത്തരുടെ ചില റിയാക്ഷൻസ്
പിന്നെ society is possible only with the availability of them. നമുക്ക് ഈ ഇൻഫർമേഷൻ അപ്പൊ നമുക്ക് ചന്ദ്രായനിൽ എപ്പോഴാണ് പോവുക? അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് അത് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അതേമാതിരി ഇപ്പൊ നമ്മുടെ പിന്നെ എന്താ പറയണ്ടേ, ഗവൺമെന്റിന്റെ പല പല പോളിസി അടുത്ത കൊല്ലം എന്താ ചെയ്യാൻ പോണേ, അങ്ങനെ മറ്റുള്ള അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യെസ്, this is very, very, very much right. Information plays a vital role, and not only that, we have to utilize the proper. Not only that, media has got a very important role to play, so that things can be highlighted to the general public. അവർക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. ഗവൺമെന്റിനും പ്രവർത്തിക്കും.